നമ്മൾക്ക് എല്ലാവർക്കും പ്രശ്നങ്ങൾ വരുമ്പോൾ ആരെങ്കിലും നമ്മളെ ഒന്ന് കേട്ടെങ്കിൽ എന്ന് നമ്മൾ ചിന്തിക്കാറുണ്ട്. നമ്മൾ മുദ്ര കുത്തപ്പെടുകയാണ് ഇങ്ങനെ ഒരാളാണ് എന്നുള്ളത്. പക്ഷെ നമ്മളുടെ പുറകിൽ അങ്ങനെ ഒരാളെ ആക്കി മാറ്റിയത് എന്ത് അനുഭവമെന്ന് ആരും ചിന്തിക്കുന്നൊന്നുമില്ല. എൻ്റെ ആശയങ്ങൾ മറ്റുള്ളവരെ ഏതൊക്കെയോ തരത്തിൽ സഹായിക്കുന്നുണ്ട്. ഞാൻ ഏതൊക്കെയോ മനുഷ്യർക്ക് ഉപകാരപ്പെടേണ്ട ഒരു മനുഷ്യനാണെന്ന് എന്നെ ഓർമ്മിപ്പിക്കുന്ന ഒരു സ്പേസ് ആയിട്ടാണ് ഞാൻ കൂട്ടിനെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. സോ ഫോർ മീ ദാറ്റ് ഈസ് മൈ പർപ്പസ് ഓഫ് ലൈഫ്. ഞാൻ ചെയ്യുന്ന കാര്യങ്ങളിൽ എനിക്ക് സമാധാനവും സന്തോഷവും കണ്ടെത്താൻ പറ്റണമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കേൾക്കാൻ ആർക്കും പറ്റും അല്ലേ? കേൾക്കാനും കേട്ടിട്ട് ആളുകളെ ഉപദേശിക്കാനും പറ്റും. ആക്ച്വലി ഹിയറിങ്ങും ലിസണിങ്ങും തമ്മിലുള്ള ഡിഫറൻസ് ആയിരിക്കും ചിലപ്പോൾ ഇപ്പോൾ ശ്രീരശ്മി വളരെ സിമ്പിളായിട്ട് പറഞ്ഞെന്ന് തോന്നുന്നു അല്ലേ? ഇത്ര അവൻ എന്നോട് പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ അവിടുന്ന് ഞാൻ എൻ്റെ ലൈഫിനെ റിക്കവർ ചെയ്തു. ഞാൻ അവരെന്നോട് ചെയ്തതൊക്കെ ഞാൻ ക്ഷമിച്ചു കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഞാനതൊന്നും മറന്നിട്ടില്ല. പക്ഷേ ഈ പറഞ്ഞ പോലെ റിവെഞ്ച് അങ്ങനെയൊന്നും എൻ്റെ മനസ്സിലില്ല. എനിക്ക് തോന്നി എംപാത്തുകളെല്ലാം അങ്ങനെയാണെന്ന് തോന്നുന്നു. അവർ ചൂഷണം ചെയ്യപ്പെടുമെങ്കിലും അവരുടെ ലൈഫിലൊരു അവരുടെ ജേണി അങ്ങനെയാണെന്ന് തോന്നുന്നു. ആ ഒരു കറക്റ്റ് ടൈം ആകുമ്പോൾ ഒരാൾ വരുന്നു, സമയം കഴിയുമ്പോൾ അവർ പോന്നു. എനിക്ക് ജീവിക്കണ്ട, എനിക്ക് മരിക്കണം എന്ന് പറഞ്ഞൊരു വ്യക്തിയാണ്. ആൻഡ് സംഹൗ എനിക്ക് എൻ്റെ ലൈഫിൽ ഒരു അവാർഡ് കിട്ടുന്ന ഫീലാണത്. ഞാൻ കരയും, ഞാൻ ഇരുന്ന് പൊട്ടിക്കരയും. എൻ്റെ റിലീഫ് കരയുന്നതാണ്. ആലോചിക്കും ആരോടെങ്കിലും ഒന്ന് പോയി കരയുമ്പോഴായിരിക്കും അവർ കരയല്ലേ എന്ന് പറയുന്നത്. അപ്പം നമ്മൾ വീണ്ടും ആ ഇമോഷൻസ് കംപ്ലീറ്റ് ഉള്ളിലേക്ക് അടക്കി വെക്കുക. എനിക്ക് തോന്നുന്നു ഇതൊക്കെ തന്നെ ആയിരിക്കും കൂടുതലും പല രോഗങ്ങളുടെയും കാരണം എന്ന് തോന്നുന്നു എനിക്ക്. ഈ പറഞ്ഞില്ലേ, നമ്മൾ നമ്മുടെ ജേണിയിലാണ്. നാളെ ഞാനുണ്ടോ അവരുണ്ടോ എന്നൊന്നും നമുക്കറിയില്ല. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ദ ഷോ ഹോണസ്റ്റ് സ്റ്റാർ. സോ ഇന്നത്തെ എൻ്റെ ഗസ്റ്റ് എന്ന് പറയുന്നത് വളരെ വളരെ സ്പെഷ്യലായിട്ടുള്ള ഒരാളാണ്. നമ്മൾക്ക് എല്ലാവർക്കും പ്രശ്നങ്ങൾ വരുമ്പോൾ ആരെങ്കിലും നമ്മളെ ഒന്ന് കേട്ടെങ്കിൽ എന്ന് നമ്മൾ ചിന്തിക്കാറുണ്ട്. സോ അങ്ങനെ അത്തരമൊരു ചെറിയൊരു കോൺസെപ്റ്റിലൂടെ ഒരു വലിയൊരു സ്പേസ് ക്രിയേറ്റ് ചെയ്ത് ഒരുപാട് പേരെ ഒരു ട്രാൻസ്ഫോർമേഷനിലേക്ക് നയിക്കുന്ന ഒരാളാണ് ഇന്ന് നമ്മളുടെ ഒരു ഗസ്റ്റ്. ഒരു ചെറിയ കുട്ടിയാണ്, ബട്ട് സ്റ്റിൽ ഷീ ഹാസ് എ വെരി ബിഗ് ഹാർട്ട്. ഷീസ് നൺ അതർ ദൻ ശ്രീരശ്മി. കൂട്ട് എന്ന് പറയുന്ന സ്പേസിൻ്റെ ഫൗണ്ടറാണ് ശ്രീരശ്മി. എനിക്ക് പേഴ്സണലി വളരെയധികം മീറ്റ് ചെയ്യണം എന്ന ആഗ്രഹമുള്ളൊരു പേഴ്സണാലിറ്റി കൂടിയാണ്. സോ ഇന്നത്തെ ഒരു എപ്പിസോഡിൽ വി ഹാഡ് എ വെരി ഡീപ്പ് കോൺവെർസേഷൻ. അപ്പോൾ എനിക്ക് തോന്നുന്നു ശ്രീരശ്മീൻ്റെ ഐഡിയാസ്, ശ്രീരശ്മീൻ്റെ ജീവിതാനുഭവങ്ങൾ, ശ്രീരശ്മി കൊണ്ടു നടക്കുന്ന സ്പേസ്, കൂട്ട് എന്ന് പറയുന്ന സ്പേസ്, ഇതിനെക്കുറിച്ചൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഞങ്ങൾ കോൺവേഴ്സ് ചെയ്തിട്ടുണ്ട്. ഐ ഹോപ്പ് യു ആൾ വിൽ എൻജോയ്. ഹാവ് എ ലവ്ലി ഡേ. താങ്ക് യു. ശ്രീരശ്മി, വെൽക്കം ടു ദ ഹോണസ്റ്റ് സ്റ്റാർ. താങ്ക് യു സോ മച്ച്. ഞാൻ ശ്രീരശ്മിനെ ഫസ്റ്റ് ടൈം കാണുകയാണ്. പക്ഷേ ഞാൻ ഇൻസ്റ്റാഗ്രാം സ്റ്റോറീസും പ്രൊഫൈലൊക്കെ നോക്കിക്കഴിഞ്ഞപ്പോൾ എനിക്ക് പരിചയപ്പെടണം, കാണണം എന്ന് ഭയങ്കരമായിട്ട് ആഗ്രഹമുള്ളൊരു വ്യക്തിയാണ് ശ്രീരശ്മി. ഓക്കെ, സോ ബിഫോർ സ്റ്റാർട്ടിങ് എന്തൊക്കെയുണ്ട് വിശേഷം? ഹൗ ആർ യു? സുഖമായിട്ടിരിക്കുന്നു. എവറിത്തിങ് ഗോയിങ് ഗുഡ്. ഓക്കെ, ഞാൻ ഇങ്ങനെ ആലോചിക്കായിരുന്നു, ഇത്രയും ശ്രീരശ്മീൻ്റെ ഒക്കെ ഏജിലുള്ള സമയത്ത് എനിക്ക് ലൈഫിനെ കുറിച്ച് ഒരു ഔട്ട്ലുക്കും ഇല്ല. ആബ്സല്യൂട്ട്ലി ക്ലൂലെസ്. നമ്മൾ എത്തണം എന്ന് ആഗ്രഹിച്ച സ്ഥലത്ത് നമ്മൾ എത്തിയോയെന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെ ഞാൻ പറയേണ്ടി വരും. അതുമാത്രമല്ല, ബേസിക്കലി നമുക്ക് ജീവിതത്തിൽ ഒരു ഇന്ന സ്ഥലത്ത് എത്തണം എന്നൊരു തോട്ട് പ്രോസസ്സ് ഉണ്ടാവുമല്ലോ. അപ്പം ആ തോട്ട് പ്രോസസ്സ് ഒന്നും സക്സസ്ഫുള്ളായിട്ട് എനിക്ക് വർക്കൗട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഞാനിപ്പം ശ്രീരശ്മീനെ കാണുമ്പോൾ ഞാൻ വിചാരിക്കുകയാണ്, ഹൗ ബ്ലെസ്ഡ് യു ആർ, ഹൗ ലക്കി യു ആർ. ആൻഡ് ഐ നോ നമ്മളിത് പറയുമ്പോഴും അതിൻ്റേതായ അപ്സ് ആൻഡ് ഡൗൺസും എല്ലാ എക്സ്പീരിയൻസസിലൂടെയും കടന്നു വന്നിട്ടാണ് ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന ശ്രീരശ്മി. ഐ മീൻ ഹൗ എവർ യു ആർ അല്ലേ. പക്ഷേ എന്താ പറയുക, എനിക്ക് ഭയങ്കര ഒരു ഹാപ്പിനെസ്സോ ഒരു എക്സൈറ്റ്മെൻറ്റോ അങ്ങനെയൊക്കെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. എന്താണ് ശ്രീരശ്മിക്ക് പറയാനുള്ളത്? ഐ യു ഫുൾഫിൽഡ് ഇൻ ലൈഫ് റൈറ്റ് നൗ? ഹാപ്പിനെസ് എന്ന് ഞാൻ പറയില്ല, ഫുൾഫിൽഡ് ആണോ? നോട്ട് അറ്റ് ഓൾ. ഓക്കെ, അതായത് ഐ ബിലീവ് ദ ജേർണി റാദർ ദാൻ ദ ഡെസ്റ്റിനേഷൻ. ഒരിക്കലും നമ്മൾ എത്തിപ്പെടുന്ന ഒരു സ്ഥലം, അതായത് ലക്ഷ്യം എന്നുള്ളതിനെക്കാട്ടിലും നമ്മൾ അവിടേക്ക് എടുക്കുന്ന ആ ഒരു ട്രൈ, ആ ഒരു എഫേർട്ട്, അതിനാണ് ഞാൻ കൂടുതൽ വാല്യൂ കൊടുക്കുന്നത്. ഫുൾഫിൽ ആയോ ചോദിച്ചാൽ അങ്ങനെ ഒരു ഫുൾഫിൽമെൻ്റ് ഉണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. ഞാൻ അങ്ങനെ ഒരു സ്ഥലത്തേക്ക് സക്സസ്ഫുൾ എന്നൊരു സ്ഥലത്തേക്ക് എത്തിപ്പെടണം അങ്ങനെയൊന്നും ആഗ്രഹിക്കുന്നില്ല. പക്ഷേ
ഞാൻ ചെയ്യുന്ന കാര്യങ്ങളിൽ എനിക്ക് സമാധാനവും സന്തോഷവും കണ്ടെത്താൻ പറ്റണമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സോ ലൈഫ് ജേണിയാണ്, അതിൽ ഒരുപാട് സ്ഥലത്ത് വീണു പോയിട്ടുണ്ട്. പക്ഷേ ഞാൻ ബിലീവ് ചെയ്യുന്നത് എവറിത്തിങ് ഈസ് എ ലെസൺ. എവറിത്തിങ് ഈസ് എ ലെസൺ ഫോർ മീ. ജീവിതത്തിൽ നല്ലത് സംഭവിച്ചാലും മോശം കാര്യങ്ങൾ സംഭവിച്ചാലും അതെൻ്റെ മുന്നോട്ടുള്ള യാത്രയുടെ ഓരോ പാഠങ്ങളായിട്ടാണ് ഞാൻ റിസീവ് ചെയ്തിട്ടുള്ളത്. സോ എന്നെ ലൈഫിൽ സപ്പോർട്ട് ചെയ്തിട്ടുള്ളതും ഇപ്പോൾ മുന്നോട്ട് പോകാൻ പ്രേരിപ്പിക്കുന്നതും ഞാൻ പഠിച്ചിട്ടുള്ള ആ പാഠങ്ങളാണ്. സോ ഐ ബിലീവ് ദിസ് ജേർണി ഇറ്റ് സെൽഫ്. ഞാൻ ഈ ഫുൾഫിൽമെൻറ്റിൻ്റെ കാര്യം പറയുമ്പോഴേ നമ്മളിപ്പം ഹാപ്പിനെസ്, ഞാൻ അതാണ് എടുത്ത് പറഞ്ഞത്, ഹാപ്പിനെസ് എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്, ഫുൾഫിൽമെൻ്റ് ആണെന്ന്. കാരണം നമ്മളിപ്പോൾ ഒരാളുടെ ലൈഫ് നമുക്ക് ടച്ച് ചെയ്യാൻ പറ്റുവാണെങ്കിൽ, ഇപ്പോൾ ചെറിയ എന്തെങ്കിലും കാര്യമായിരിക്കും, ഞാൻ ചാരിറ്റി എന്നൊന്നും വലിയ വാക്കുകളൊന്നും ഉപയോഗിക്കില്ല, ബട്ട് മേ ബി നമ്മൾ ചിലപ്പോൾ ഒരാൾക്ക് കൊടുക്കുന്ന നിറഞ്ഞ മനസ്സുള്ളൊരു ചിരിയായിരിക്കും, അല്ലെങ്കിൽ ഒരു ട്രാൻസ്ഫോർമേഷനിലേക്ക് അയാളെ നയിക്കുന്ന എന്തെങ്കിലും ഒരു കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നതായിരിക്കും. എനിക്ക് പേഴ്സണലി ഞാൻ എപ്പോഴൊക്കെ ആ സിറ്റുവേഷനിൽ, അങ്ങനത്തെ സിറ്റുവേഷനിൽ വന്നിട്ടുണ്ടോ, എനിക്ക് എന്തെന്നില്ലാത്തൊരു ആഹ്ലാദം അനുഭവപ്പെട്ടിട്ടുണ്ട്. സോ ഞാൻ തന്നെ ആലോചിക്കും, എപ്പോഴെങ്കിലും ഒരു കരിയറോ അല്ലെങ്കിൽ ഒരു പ്രൊഫഷനോ ഒക്കെ നമ്മൾ ചൂസ് ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ നമ്മൾ ജീവിതത്തിൽ എന്തെങ്കിലും ചെയ്യുമ്പോൾ അത്തരം കാര്യങ്ങൾ ചെയ്യണം എന്നൊരു ആഗ്രഹം എനിക്ക് എപ്പോഴും ഉണ്ട്. പക്ഷെ ഞാൻ ശ്രീലക്ഷ്മീനെ നോക്കുമ്പോൾ യു ആർ ടച്ചിങ് പീപ്പിൾസ് ലൈഫ് അല്ലേ, അതിൽ കവിഞ്ഞ് നമുക്കൊരു ബ്ലെസ്സിങ് ഈ ലോകത്തുണ്ടോയെന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞൂടാ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. ആൻഡ് സ്റ്റിൽ യു ആർ സേയിങ് ദാറ്റ് യു ആർ നോട്ട് ഫുൾഫിൽഡ്. അതെന്തായിരിക്കും? ഐ ബിലീവ് ദാറ്റ് നമുക്കങ്ങനെ ലൈഫിൻ്റെ എൻഡിൽ ഈ പറയുന്ന സക്സസ് അല്ലെങ്കിൽ ഫുൾഫിൽമെൻ്റ് എന്നൊരു കാര്യമില്ല. ഇപ്പോൾ സംടൈംസ് ആളുകൾ അവരോട് തന്നെ ചോദിക്കുന്നൊരു കാര്യമാണ്, വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് മൈ ലൈഫ് എന്ന്. ട്രൂ. സോ That's a big question actually. And most of the people answer like happiness is the purpose of life. പക്ഷേ ഐ ഡോണ്ട് ബിലീവ് ദാറ്റ്. ഇപ്പോൾ ജനിച്ചതിന് ശേഷം എന്തെങ്കിലും ഒരു രോഗം പിടിപെട്ട് തളർന്നു കിടക്കുന്ന ഒരു മനുഷ്യൻ, അയാൾക്ക് ലോകം കാണാൻ പറ്റിയിട്ടില്ല, നമ്മൾ ഈ പറയുന്ന അല്ലെങ്കിൽ നമുക്കിപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്ന യാതൊരു ജീവിത സാഹചര്യങ്ങളും ലഭിച്ചിട്ടില്ല. സോ ആ കിടപ്പിലായിരിക്കുന്ന മനുഷ്യൻ്റെ പർപ്പസ് ഓഫ് ലൈഫ് ഹാപ്പിനെസ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? അയാൾക്ക് അതിനെക്കുറിച്ച് അറിയില്ല. സോ ജീവിതത്തിന് അങ്ങനെ ഒരു പോയിന്റ്, അങ്ങനെ ഒരു ഫൈനൽ പോയിന്റ് ഇല്ലെന്ന് തന്നെയാണ് പേഴ്സണലി ഞാൻ ബിലീവ് ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ വാട്ട് എവർ യു ആർ ഡൂയിങ് റൈറ്റ് നൗ, ഇപ്പം കൂട്ട് അല്ലേ, കൂട്ടിനെ കുറിച്ച് എനിക്ക് കൂടുതൽ അറിയണം എന്നുണ്ട്, ബട്ട് ബിഫോർ ദാറ്റ് വാട്ട് എവർ യു ആർ ഡൂയിങ് റൈറ്റ് നൗ, അപ്പം അത് ചെയ്യാൻ എന്താ ഒരു മോട്ടിവേഷൻ ഉള്ളത്? അപ്പോൾ എൻ്റെ മോട്ടിവേഷൻ എൻ്റെ ജീവിതം തന്നെയാണ്. ആൻഡ് വാട്ട് ഐ ലേൺ ഫ്രം ലൈഫ്, ഞാൻ ജീവിതത്തിൽ അനുഭവിച്ചതും പഠിച്ചതും, ആൻഡ് വാട്ട് ഐ എം ട്രൈങ് ടു ഗിവ് അതേഴ്സ് ഈസ് എനിക്ക് കിട്ടാതിരുന്ന കാര്യങ്ങളാണ്. ഓക്കെ. സോ എൻ്റെ ഓപ്പോസിറ്റ് ഒരു മനുഷ്യൻ വന്ന് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഐ നോ വാട്ട് ഹീ നീഡ്സ്. ബേസിക്കലി എംപത്തറ്റിക് ആണ് ഡ്യൂ ടു യുവർ എക്സ്പീരിയൻസസ്. യെസ്. ഓക്കെ. മേ ബി ഞാൻ ജീവിതത്തിൽ അനുഭവിച്ച കാര്യങ്ങൾ എംപത്തറ്റിക് ആകാൻ വേണ്ടിയിട്ട് എന്നെ പ്രേരിപ്പിച്ചു. ഒരു വയസ്സായിട്ടുള്ള ആൾ പറഞ്ഞ ഞാൻ കേട്ടിട്ടുണ്ട്, നമ്മൾ ജീവിതത്തിൽ കൈപ്പേറിയ അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ഒന്നെങ്കിൽ നമുക്ക് വൂണ്ടഡ് ആവാം, അല്ലെങ്കിൽ നമുക്ക് വയസ്സാവാം. എനിക്ക് തോന്നുന്നു ശ്രീലക്ഷ്മി ആക്ച്വലി വയസ്സാവാൻ ചൂസ് ചെയ്തു, അത്രയേ ഉള്ളൂ. വൂൺസ് ഉണ്ടാവാം ഡെഫിനറ്റ്ലി, പക്ഷെ അതിൽ നമ്മൾ കുരുങ്ങിക്കിടക്കാതെ എനിക്ക് വന്ന ഈ ഒരു ദുരനുഭവം മറ്റൊരാൾക്ക് ഉണ്ടാവരുത്, അല്ലെങ്കിൽ എനിക്ക് കിട്ടാതെ പോയ സന്തോഷങ്ങൾ മറ്റാൾക്ക് കിട്ടണം എന്ന് എല്ലാവർക്കും ചിന്തിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ആൻഡ് ഹാറ്റ്സ് ഓഫ് ടു യു, ലോട്ട്സ് ഓഫ് റെസ്പെക്ട്. ബട്ട് ദാറ്റ് ഡസൻറ്റ് മീൻ ദാറ്റ് വി ആർ ഹീൽഡ്. ട്രൂ, വെരി ട്രൂ. നമുക്ക് മുറിവുകൾ ഉണ്ടായി, നമ്മൾ അതിൽ നിന്ന് കുറേ കാര്യങ്ങൾ പഠിച്ചു, നമ്മൾ മറ്റുള്ളവരെ അതുകൊണ്ട് ഹെൽപ്പ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നു. പക്ഷേ നമ്മൾ നമ്മുടെ മുറിവുകളിൽ നിന്ന് ഹീലായിട്ടുണ്ടെന്ന് അതിന് അർത്ഥമില്ല. സ്റ്റിൽ നമ്മൾ ആ സ്ട്രഗിളിൽ തന്നെയാണ്. പക്ഷേ ഇപ്പോഴും നമ്മൾ അതിൻ്റെ ഉള്ളിൽ സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് കുറച്ചും കൂടി ഡീപ്ലി മറ്റുള്ളവരുടെ ഇമോഷൻസ് കണക്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അല്ലാതെ ജീവിതത്തിലെ ട്രോമകളും മോശം അനുഭവങ്ങളും ഉണ്ടായവരൊന്നും അങ്ങനെ ബോൾഡാക്കപ്പെടില്ല. ട്രൂ. കൂട്ടിനെ കുറിച്ച് കൂടുതൽ പറഞ്ഞുതരുമോ? എന്താണ് കൂട്ട്? കൂട്ട്
ഇപ്പം എനിക്ക് ഇപ്പം അറിയാത്ത ഒരാൾ ചോദിക്കുകയാണ് എന്താണ് കൂട്ടെന്ന് വെച്ചാൽ എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക? ദിസ് ഈസ് വെരി പേഴ്സണൽ ആൻസർ. അത് മറ്റുള്ളവർക്ക് അത് എത്രമാത്രം കണക്ട് ചെയ്യപ്പെടുന്നു എന്നുള്ളതിനെക്കുറിച്ച് ഞാൻ ബോധേഡ് അല്ല. ബട്ട് ഇഫ് സംബഡി ആസ് മീ എന്താണ് കൂട്ടെന്ന് ചോദിച്ചാൽ ഐ ആൻസർ ദം ഞാൻ ജീവിച്ചിരിക്കാനായിട്ടുള്ള എൻ്റെ കാരണം കണ്ടെത്തിയത് കൂട്ടിലാണ്. മേ ബി ദ പേർപ്പസ് ഓഫ് മൈ ലൈഫ്. ബിക്കോസ് അങ്ങനെ പറയാൻ കാരണം എനിക്ക് ഇൻ ഫ്യൂച്ചർ എൻ്റെ ലൈഫ് സ്ട്രഗിൾസ് കാരണം എനിക്ക് എപ്പോഴെങ്കിലും ഗിവ് അപ്പ് ചെയ്യണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ എന്നെ അതിൽ നിന്ന് പിന്നോട്ട് വലിക്കുന്നത്, ആ ഒരു തീരുമാനത്തിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്തുന്നത് ഞാൻ ഉണ്ടാക്കിയെടുത്ത ഈ ഒരു സ്പേസാണ്, അതിൻ്റെ ഉള്ളിലുള്ള മനുഷ്യരാണ്. ബിക്കോസ് എന്നെപ്പോലെ ഒരാളെ ഈ സമൂഹത്തിൽ ആവശ്യമുണ്ട്. എൻ്റെ ആശയങ്ങൾ മറ്റുള്ളവരെ ഏതൊക്കെയോ തരത്തിൽ സഹായിക്കുന്നുണ്ട്. ഞാൻ ഏതൊക്കെയോ മനുഷ്യർക്ക് ഉപകാരപ്പെടേണ്ട ഒരു മനുഷ്യനാണെന്ന് എന്നെ ഓർമ്മിപ്പിക്കുന്ന ഒരു സ്പേസായിട്ടാണ് ഞാൻ കൂട്ടിനെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. സോ ഫോർ മീ ദാറ്റ് ഈസ് മൈ പേർപ്പസ് ഓഫ് ലൈഫ്. ഓക്കെ. ആൻഡ് ജനറലി കൂട്ട് എന്താണെന്ന് ചോദിച്ചാൽ ആളുകളെ തുറന്ന് കേൾക്കാൻ വേണ്ടിയിട്ടും ആളുകൾക്ക് തുറന്ന് സംസാരിക്കാൻ വേണ്ടിയിട്ടും ഒരു മനുഷ്യൻ എന്താണോ അയാളുടെ ഒരു സോൾഫുള്ളി അല്ലെങ്കിൽ ഫ്രീലി ഒരു മനുഷ്യൻ എന്താണോ അയാൾക്ക് അങ്ങനെ തന്നെ എക്സ്പ്രസ് ചെയ്യാനും കഴിയുന്ന ഒരു നോൺ ജഡ്ജ്മെൻ്റൽ കമ്മ്യൂണിറ്റി സ്പേസ്, അതാണ് കൂട്ട്. ഞാനൊക്കെ ലൈഫിൽ എനിക്കൊരിക്കലും ശ്രീരശ്മീൻ്റെ ജേർണി ആയിട്ട് കമ്പയർ ചെയ്യാനൊന്നും പറ്റില്ല. ബട്ട് എനിക്കും എല്ലാവർക്കും ഉണ്ടാവും ജീവിതത്തിൽ ദുരനുഭവങ്ങൾ. അപ്പോൾ എനിക്കും ഉണ്ടായിട്ടുണ്ട്. പക്ഷെ എനിക്കതൊരിക്കലും ശ്രീരശ്മീൻ്റെ അനുഭവങ്ങളായിട്ടോ മറ്റൊരാളുടെ ലൈഫ് അനുഭവങ്ങളായിട്ടോ കമ്പയറബിൾ ആയിട്ടൊന്നും കമ്പയർ ചെയ്യാനേ പറ്റില്ല. പക്ഷേ എങ്കിലും ഞാൻ ആ സമയത്തൊക്കെ മനസ്സിലാക്കിയൊരു കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഒന്നാമത് സിംഗിൾ ചൈൽഡാണ്. അപ്പോൾ എനിക്ക് നമ്മൾക്ക് ഈ വിഷമം വന്നാൽ കേൾക്കുക എന്ന് പറയുന്ന ഒരാൾ കേൾക്കാൻ വേണം. ഇന്നിപ്പം നമുക്ക് സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ഫോണ് സ്പേസ് കുറച്ചുകൂടി വൈഡാണിപ്പോൾ. പക്ഷേ ആ സമയത്തൊന്നും അങ്ങനെ ആയിരുന്നില്ല. നമ്മളെ കേൾക്കാൻ ഒരാളില്ല എന്ന് പറയുന്നത് തന്നെ നമ്മൾ അനുഭവിക്കുന്ന ദുഃഖത്തിനേക്കാൾ കൂടുതലായിട്ടുള്ള ഒരു പ്രശ്നമായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഒരു തോട്ട് പ്രോസസ്സിൽ നിന്നാണോ ഇങ്ങനൊരു ആളുകൾക്ക് കേൾക്കാനൊരു സ്പേസ് വേണം എന്ന് ശ്രീരശ്മി ചിന്തിച്ചത്? ഇതിൽ കേൾക്കുക എന്നുള്ളതിനല്ല പ്രസക്തി. അതായത് കേൾക്കാൻ ആർക്ക് വേണമെങ്കിലും പറ്റും. വെറുതെ അലക്ഷ്യമായിട്ടിരുന്ന് കേൾക്കാം, ഒരാൾ പറയുന്ന കാതോർത്ത് കേൾക്കാം. കേൾക്കാൻ എല്ലാവർക്കും പറ്റും. പക്ഷേ ആ കേൾക്കുന്നത് മനസ്സിലാക്കാൻ പറ്റുന്ന ആളാണോ ഉള്ളതെന്നാണ് ഇമ്പോർട്ടൻറ്റ്. വെറുതെ കേട്ടാൽ മാത്രം പോരാ, ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആൾ കേൾക്കുന്നതിനെ മനസ്സിലാക്കുന്നുണ്ടോ എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്. സോ ആളുകൾക്ക് ലാക്ക് ചെയ്യുന്നൊരു കാര്യം അതാണ്. അവർ പറയുന്നത് കേൾക്കാനും മനസ്സിലാക്കാനും കഴിയുന്നവരില്ല എന്നുള്ളത്. കേൾക്കാൻ ആർക്കും പറ്റും അല്ലേ? കേൾക്കാനും കേട്ടിട്ട് ആളുകളെ ഉപദേശിക്കാനും പറ്റും. സോ മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് ശരിക്കും ഇങ്ങനെ ഒരു സ്പേസ് കൊണ്ടുവരാനായിട്ടുള്ളൊരു കാരണം. ആക്ച്വലി ഹിയറിങ്ങും ലിസണിങ്ങും തമ്മിലുള്ള ഡിഫറൻസ് ആയിരിക്കും ചിലപ്പോൾ ഇപ്പോൾ ശ്രീരശ്മി വളരെ സിമ്പിളായിട്ട് പറഞ്ഞെന്ന് തോന്നുന്നു അല്ലേ? എല്ലാവർക്കും കേൾക്കാൻ പറ്റും, പക്ഷേ അത് ഉൾക്കൊണ്ട് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത്. എത്ര പേരെ ലൈഫ് ഇപ്പോൾ ടച്ച് ചെയ്തിട്ടുണ്ടോ? ഐ ഡോണ്ട് നോ. യു ഡോണ്ട് കീപ് കൗണ്ട്സ്? യെസ്. ഓക്കെ. ഇത് ഏത് വർഷം ഇത് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഈ കൂട്ടായ്മ? 2022. 2022. സോ ഓൾമോസ്റ്റ് ലൈക്ക് 2 years. Yeah. ഇനിയും ഒരുപാട് ഈ പ്രസ്ഥാനത്തിനെ വളർത്തിയെടുക്കണം എന്നൊക്കെ ഉണ്ടാവുമല്ലേ? അറിയില്ല. ഐ എം വിത്ത് ദ ഫ്ലോ. ഞാൻ ആ ഒരു ഫ്ലോയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ആൻഡ് അങ്ങനെ പ്ലാനിങ്സ് ഒന്നും ഇല്ല. നാളെ എന്താണ് സിറ്റുവേഷൻ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ ഞാൻ ഇത് മുന്നോട്ട് കൊണ്ടുപോകുന്നിടത്തോളം അത്രയും സമാധാനത്തിലും സന്തോഷത്തിലും ആണ് ഇതിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആൻഡ് ദിസ് ഈസ് നോട്ട് എ കൊമേഴ്ഷ്യൽ പ്ലാറ്റ്ഫോം ഫോർ മീ. ഒരു ബിസിനസ് പ്ലാറ്റ്ഫോമോ അങ്ങനെയൊന്നും അല്ല ഞാൻ ഇതിനെ കാണുന്നത്. ഇറ്റ് ഡു ഗീവ്സ് ഇൻകം ടു മീ. പക്ഷേ അത് എനിക്കൊരു കൊമേഴ്ഷ്യൽ പ്ലാറ്റ്ഫോം അല്ല. എനിക്കും പോയിരിക്കാൻ കഴിയുന്ന ഒരു കംഫർട്ടബിൾ സ്പേസ് ഐ ക്രിയേറ്റഡ് ഫോർ മൈസെൽഫ് ടു. അങ്ങനെയാണ്. ഈ നോർമലി വിഷമങ്ങളൊക്കെ അനുഭവിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്ന ആളുകൾ പൊതുവേ ഒരു സെർട്ടൻ പോയിന്റ് കഴിഞ്ഞാൽ ഭയങ്കര ക്ലോസ്ഡ് ആയി പോവും. ആരടുത്തും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റാതെ, അല്ലെങ്കിൽ അവരുടെ ഇമോഷൻസിനെ സപ്രസ് ചെയ്ത്. പക്ഷേ ശ്രീരശ്മീൻ്റെ കാര്യത്തിൽ യു വെൻറ്റ് ഇൻ ടു ദ വേൾഡ് അല്ലേ? അപ്പം ആർ യു എ പീപ്പിൾസ് പേഴ്സൺ ജനറലി?
ഓർ ഈ ഒരു സംരംഭത്തിന് വേണ്ടിയിട്ട് ഹാവ് യു കെപ്റ്റ് ദാറ്റ് റിസർവേഷൻസ് അസൈഡ് ആൻഡ് അങ്ങനെയാണോ? നമ്മൾ ഇപ്പോൾ കൂട്ടിൽ വരുമ്പോൾ നമുക്കറിയാം യു ആർ കണക്റ്റിംഗ് ടു എവറിബഡി. പക്ഷേ ഞാൻ ആസ് എ പേഴ്സൺ ചിലപ്പോൾ എനിക്ക് അറിയില്ല, ശ്രീലക്ഷ്മിനോട് ആരെങ്കിലും ഇത് ചോദിച്ചിട്ടുണ്ടോ? ആർ യു എ പീപ്പിൾ പേഴ്സൺ ജനറലി? എനിക്കത് ഫിഗർ ഔട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല ശരിക്കും. ചെറുപ്പം മുതൽ ഞാൻ വളരെ സോഷ്യലായിട്ടുള്ളൊരു പേഴ്സണാണ്. ഒരുപാട് ആളുകളോട് സംസാരിക്കാനും ആളുകളെ സഹായിക്കാനും ഒക്കെ ഭയങ്കര ഇഷ്ടമുള്ള ആളാണ്. എല്ലാ സോഷ്യലി നടക്കുന്ന ഗ്യാതറിങ്സ്, സമരങ്ങൾ, അവിടെയൊക്കെ ഞാൻ എത്തിപ്പെടാറുണ്ട്. പക്ഷേ ലൈഫിൻ്റെ ഒരു പോയിൻ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ വളരെ ഐസൊലേറ്റഡ് ആയി. ആൻഡ് ഐ തിങ്ക് ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. കൂട്ട് ഞാൻ ചെയ്യുന്ന എൻ്റെ ഒരു പ്രൊഫഷൻ കൂടിയിട്ടാണ്. അപ്പോൾ അവിടെ എന്താണ് എനിക്ക് ആ ഒരു പേഴ്സണൽ കാര്യം കൊടുക്കാൻ പറ്റില്ല. പക്ഷേ ബാക്കി സമയങ്ങളിൽ ഞാൻ വളരെ ഐസൊലേറ്റഡ് ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നതും. ഇഷ്ടമാണ് അങ്ങനെ. എനിക്ക് കുറച്ചുകൂടെ കംഫർട്ടബിൾ അതാണെന്ന് തോന്നുന്നു, ഒറ്റയ്ക്ക് ഇരിക്കാനും ഒറ്റയ്ക്ക് കാര്യങ്ങൾ ചെയ്യാനും. ആൻഡ് എവിടെയെങ്കിലും യാത്രകൾ പോയാലും ഞാൻ എവിടെയെങ്കിലും റൂം എടുത്ത് അതിൻ്റെ ഉള്ളിൽ ഫുൾ ടൈം സ്പെൻഡ് ചെയ്യുക, അങ്ങനെയൊക്കെയാണ് മോസ്റ്റ് ഓഫ് ദ ടൈം. ഇപ്പോൾ എനിക്കതാണ് കംഫർട്ട്. കുറച്ച് നാൾ കഴിഞ്ഞാൽ ചിലപ്പോൾ അത് മാറിയേക്കാം. ഞാനിന്ന് ലാലേട്ടൻ്റെ ഒരു റീല് കാണുമായിരുന്നു ഇൻസ്റ്റാഗ്രാമിൽ. അപ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർവ്യൂവർ ലാലേട്ടനോട് ഇങ്ങനെ ചോദിക്കുകയാണ്, ഒറ്റയ്ക്ക് ഇരിക്കാൻ പറ്റുമോ, ഒറ്റയ്ക്ക് എന്താണ് ചെയ്യുക ഒഴിവ് സമയങ്ങളിൽ? അപ്പോൾ ലാലേട്ടൻ ഇങ്ങനെ പറയുന്നുണ്ട്, എനിക്ക് ഒറ്റയ്ക്ക് ഇരിക്കാം. അപ്പോൾ ആൾ ചോദിക്കുന്നുണ്ട്, ബോറടിക്കില്ലേ? അപ്പോൾ ലാലേട്ടൻ പറഞ്ഞില്ല, ലോൺലി ആയിട്ട് ഫീൽ ചെയ്യുന്നതും ഒറ്റയ്ക്ക് ഇരിക്കുന്നതും രണ്ടും ഡിഫറെൻ്റ് ആണ്. മേ ബി ഒറ്റയ്ക്ക് ഇരിക്കുന്ന ഒരാൾ ചിലപ്പം ആ ഒരു സ്പേസിലൊരു കംഫർട്ട് കണ്ടെത്തുന്നുണ്ടാവാം. അപ്പം അങ്ങനെ കണ്ടെത്തുന്നുണ്ടല്ലേ ഇപ്പോൾ? ഓക്കെ. എനിക്ക് ജസ്റ്റ് ഒരു 24 ഇയേഴ്സിൻ്റെ ഒരു ജേർണി, ഒരു ട്രാൻസ്ഫോർമേഷണൽ ജേർണി എന്ന് തന്നെ പറയാം അല്ലേ? ആ ഒരു ജേർണിയാണോ ഇന്നത്തെ ശ്രീലക്ഷ്മീനെ ഇങ്ങനെ വാർത്തെടുത്തിട്ടുള്ളത്? ഓർ ഇസ് ദർ എനി പേഴ്സൺ ഹു ഹാസ് ഇൻഫ്ലുവൻസ്ഡ് യു? സ്വന്തം ലൈഫ് എക്സ്പീരിയൻസസ് ആണോ അതോ ആൾക്കാരുടെ ഇൻഫ്ലുവൻസോ അല്ല അങ്ങനെ എന്തെങ്കിലും ആണോ? ലൈഫ് എക്സ്പീരിയൻസ് ആണ് അതിലാദ്യം നിൽക്കുന്നത്. ആൻഡ് ഒരുപാട് മനുഷ്യരെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് സിൻസ് ചൈൽഡ്ഹുഡ്. ഒരുപാട് മനുഷ്യരെ ഇവിടം വരെ എത്താൻ സഹായിച്ചിട്ടുമുണ്ട്. ട്രാൻസ്ഫോർമേഷൻ എന്നൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. ആ ഒരു ഫ്ലോയിൽ ഇങ്ങനെ പോകുന്നു അല്ലേ? യെസ്, ഇത് എല്ലാവരുടെയും ലൈഫ് ഇങ്ങനെ തന്നെയാണ്. നമ്മൾ കൈൻഡ് ഓഫ് ഇതൊരു ഇവോൾവിങ് ആണ്. ലൈഫിൻ്റെ ഓരോ സ്റ്റേജസ് ആണ്, ഫേസ് ഓഫ് ലൈഫ് എന്ന് പറയില്ലേ. സോ ഇന്ന് ഇങ്ങനെ ഇരിക്കുന്നു, നാളെ എന്താണെന്നുള്ളത് അറിയില്ല. കൈൻഡ് ഓഫ് നമ്മളെ ഈ ഒരു സ്പാൻ ഓഫ് ലൈഫ്, അത് ബർത്ത് എന്നുള്ളൊരു പ്രോസസ്സ് കഴിഞ്ഞാൽ അടുത്തത് ഡെത്താണ്. ഇതിൻ്റെ ഇൻ ബിറ്റ്വീൻ ഉള്ളൊരു സമയത്തിലാണ് നമ്മളിവിടെ സ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ വി ആർ ഇവോൾവിങ് വിത്ത് തിങ്സ് അറൗണ്ട്. ട്രൂ, വെരി ട്രൂ. ഈ ചൈൽഡ്ഹുഡ് എന്ന് പറഞ്ഞുകൊണ്ടേ, ചെറുപ്പകാലത്തിലെ ശ്രീലക്ഷ്മി എങ്ങനെയായിരുന്നു? വയു സോ ബബ്ലി എങ്ങനെയായിരുന്നു? പുറകിലേക്ക് ഓർത്തെടുക്കുമ്പോൾ കുട്ടിക്കാലം എങ്ങനെ ഓർത്ത്? എനിക്ക് ഓർക്കാൻ ആഗ്രഹമില്ലാത്ത പീരീഡാണ് ചൈൽഡ്ഹുഡ്. ചൈൽഡ്ഹുഡിൽ അങ്ങനെ നല്ലതായിട്ടുള്ള ഓർമ്മകളൊന്നും ഇല്ല, ഒന്നും ഉണ്ടായിട്ടില്ല. സോ ആർ യു കംഫർട്ടബിൾ ഷെയറിങ് ഇറ്റ്? ഓഫ് കോഴ്സ്. എന്തായിരുന്നു ആ സ്ട്രഗിൾസ്? ഇപ്പോൾ വേറെ ഒന്നും കൊണ്ടല്ല, ഇപ്പം എൻ്റെ അടുത്ത് ചോദിച്ചാലും എനിക്കത്ര ഹാപ്പി ഒന്നുമല്ല എൻ്റെ ചൈൽഡ്ഹുഡ്. പക്ഷേ സി വെൻ വി ടോക്ക് അബൌട്ട് വാട്ട് വി ഹാവ് ഗോൺ ത്രൂ, അപ്പുറത്തിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ടാവും, ചിലപ്പോൾ പുറത്ത് ഇത് കേൾക്കുന്ന ആളുകളുണ്ടാവും. അവർക്ക് ചിലപ്പം നമ്മൾ പോലും അറിയാതെ ചിലപ്പോൾ ഒരു സപ്പോർട്ട് സിസ്റ്റം ആയിരിക്കും. ഞാൻ മാത്രമല്ല, എല്ലാവർക്കും ഇങ്ങനത്തെ അനുഭവങ്ങളുണ്ട് എന്നാൽ അവർ ചിന്തിക്കുമ്പോൾ ചിലപ്പോൾ അവർക്കൊരു സമാധാനമായിരിക്കും. എനിക്ക് അറിഞ്ഞൂടാ. അപ്പം അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്, ഇഫ് യു കംഫർട്ടബിൾ, ലൈക്ക് ഹൗ ഇസ് യുവർ ചൈൽഡ്ഹുഡ്? ആൻഡ് എൻ്റെ ഞാനുമായി അടുത്ത് നിൽക്കുന്ന ആളുകൾക്കൊക്കെ ഇതിനെക്കുറിച്ച് അറിയാം. പക്ഷെ ഞാനിങ്ങനെ പബ്ലിക്ലി ഡിസ്ക്ലോസ് ചെയ്യുന്നത് ആദ്യമായിട്ടാണ്. എന്നാൽ പോലും ആരെയും ഞാനിതിൽ ബ്ലെയിം ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. എനിക്ക് ജീവിത സാഹചര്യങ്ങൾ ഉണ്ടായതിന് ഞാൻ ഒരാളെയും കുറ്റപ്പെടുത്തില്ല. കാരണം എൻ്റെ ലൈഫിൽ കടന്നു വന്നിട്ടുള്ള മനുഷ്യർ അങ്ങനെയൊക്കെ ആയതിൽ അവരുടേതായ ജീവിത സാഹചര്യങ്ങൾ കാരണമായിട്ടുണ്ടാകാം. ആൻഡ് ഐ ഡു റെസ്പെക്ട് ദെയർ ലൈഫ് ടു. സോ ചൈൽഡ്ഹുഡ് എന്ന് പറയുമ്പോൾ വളരെയധികം ഡൊമസ്റ്റിക് വയലൻസ്,
ഉള്ളൊരു വീട്ടിലാണ് ഞാൻ ജനിച്ചിട്ടുള്ളത്. അവർ പരസ്പരം മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് ഞാൻ അവിടെ കണ്ട ഏറ്റവും വലിയൊരു ഫ്ലോസ് എന്ന് പറയുന്നത്. ആൻഡ് ഐ നോ എപ്പോഴും ഇങ്ങനെ ഒരു വയലൻസ് ഹാപ്പൻ ചെയ്യുന്നൊരു സ്ഥലമാണത്. എൻ്റെ വീട്ടിലുള്ള ബാക്കി എല്ലാവരും ഓരോ ഇൻസിഡൻസിൽ നിന്ന് പെട്ടെന്ന് റിക്കവർ ആവും. പക്ഷെ ഞാൻ ചെറുപ്പത്തിൽ മനസ്സിലാക്കിയത് എനിക്കത് റിക്കവർ ചെയ്യാനായിട്ടുള്ള ഒരു കപ്പാസിറ്റി ഇല്ലെന്നുള്ളതാണ്. ഞാൻ പേടിക്കുകയാണ് ചെയ്യുക. പേടിച്ച് വീടിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് പോയിരുന്നിട്ട് ഞാൻ കുറേ നേരം കരയുകയെന്ന് വെച്ചാൽ എനിക്ക് ഇപ്പോഴും ഐ നോ ദാറ്റ് ഇമോഷൻ, ആ ഫീലിംഗ് ലൈക്ക് നമ്മുടെ നെഞ്ചിൻ്റെ ഈ ഭാഗത്തൊരു ഹെവിനെസ് ആണ് ഫീൽ ചെയ്യുക. അപ്പം ഞാൻ ചെറുപ്പത്തിൽ പറയും എൻ്റെ വയറിൻ്റെ ഭാഗത്തുനിന്ന് ഞാൻ കരയാന്ന് പറയും. കാരണം ഇവിടെ ഒരു പെയിൻ ഫീൽ ചെയ്തിട്ട് അതിങ്ങനെ പുറത്തേക്ക് വന്ന് നമ്മൾ വെൻറ്റ് ഔട്ട് ആവുകയാണ് അല്ലെങ്കിൽ ബേസ്റ്റ് ഔട്ട് ആവുകയാണ് ചെയ്യുക. സോ ഒരുപാട് സൂയിസൈഡൽ ടെൻഡൻസികളുള്ള ആളുകളായിരുന്നു എൻ്റെ വീട്ടിലുണ്ടായിരുന്നത്. സിംഗിൾ ചൈൽഡ്? ഐ ഡു ഹാവ് എ എൽഡർ സിസ്റ്റർ. ഓക്കെ. സോ അതൊക്കെ ലൈഫിനെ ഒരുപാട് എഫക്റ്റ് ചെയ്തിട്ടുണ്ട്, കൈൻഡ് ഓഫ് എ ട്രോമ. സോ ചൈൽഡ്ഹുഡ് അങ്ങനെയാണ്. ആൻഡ് നമുക്ക് സമാധാനപരമായിട്ടുള്ള അല്ലെങ്കിൽ സന്തോഷമുള്ളൊരു ചൈൽഡ്ഹുഡ് കിട്ടാനായിട്ടുള്ള സാഹചര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. അമ്മ വീട്ടുജോലിക്കൊക്കെ പോകുന്നൊരു സ്ത്രീയാണ്. അപ്പോൾ ഞങ്ങളെ പഠിപ്പിക്കാനായിരുന്നാലും ഞങ്ങൾക്ക് ബേസിക്കായിട്ട് വേണ്ട സാഹചര്യങ്ങൾ ഒരുക്കി തരാനായിരുന്നെങ്കിലും അവർ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. ആൻഡ് സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്താണെങ്കിലും നമുക്കങ്ങനെ സ്കൂളിൽ ഇട്ടുകൊണ്ട് പോകാൻ നല്ല ഡ്രസ്സുകളില്ല. ഈ സെലിബ്രേഷൻസൊക്കെ വരുമ്പം സ്കൂളിൽ പോവില്ല. കാരണം എല്ലാവരും നല്ല വെൽ ഡ്രസ്ഡ് ആയിട്ട് വരുമ്പോൾ നമുക്ക് നമ്മളോട് തന്നെ ഒരു കുറവ് ഫീൽ ചെയ്യുകയാണ്. ഇറ്റ്സ് ലൈക്ക് നമ്മൾ അവിടെ ഫിറ്റ് ആവുന്ന ആളുകളല്ല, അവർക്കിടയിൽ നമ്മൾ നിൽക്കാൻ പാടില്ല എന്നുള്ളൊരു. പിന്നെ എൻ്റെ പാരൻസ് കൈൻഡ് ഓഫ് ഇത്രയും ഡൊമസ്റ്റിക് വയലൻസുകൾ ഉണ്ടായിരുന്നവരായതുകൊണ്ട് തന്നെ നമുക്ക് പുറമേ നിന്നുള്ള സപ്പോർട്ട് വളരെ കുറവാണ്. റിലേറ്റീവ്സ് ആയിരുന്നാലും നെയ്ബേഴ്സ് ആയിരുന്നാലും. സോ കൊച്ചിലെ എപ്പോഴും വീട്ടിൽ തന്നെയാണ്. നമുക്ക് വീടിന് ചുറ്റും ഇങ്ങനെ കളിക്കാൻ പോകാൻ കൂട്ടുകാരൊന്നുമില്ല. ആൻഡ് സ്കൂളിൽ പോയിരുന്നാലും നമ്മൾ കൂടുതൽ സംസാരിക്കുക ജീവിതത്തെക്കുറിച്ചിട്ട്, നമ്മുടെ സ്ട്രഗിളിനെ കുറിച്ചിട്ടൊക്കെ ആയിരിക്കും. അപ്പോൾ കൂടെ പഠിക്കുന്ന കുട്ടികൾക്ക് റിലേറ്റബിൾ അല്ല. അപ്പോൾ നമ്മൾ ശരിക്കും ഒറ്റപ്പെടും. സോ അക്കാദമിക്കലി ഒന്നും എനിക്ക് ഇതുവരെ എൻ്റെ സ്കൂൾ കോളേജ് കാലഘട്ടം വരെ എടുത്താൽ അതിന് ഒരു സുഹൃത്തിനെ പോലും ഞാൻ ഗെയിൻ ചെയ്തിട്ടില്ല ഇതുവരെ. ആൻഡ് ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട്, അമ്മ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. അതായത് നമുക്ക് ഒരു നേരത്തെ ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണ് എപ്പോഴും ഒരു ദിവസത്തിൽ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം. ആൻഡ് ഐ റിമെമ്പർ ദാറ്റ് ഒരു ലൈക്ക് 9th or 10th, ഐ ഡോണ്ട് റിമെമ്പർ, ക്ലാസ്സിലിങ്ങനെ ടീച്ചർ വന്നിട്ട് ടെക്സ്റ്റ് ബുക്കുകൾ വന്നിട്ടുണ്ട്, ഈ ക്ലാസ്സിലെ എല്ലാ കുട്ടികളും വാങ്ങിച്ചു, ഒരാൾ മാത്രം വാങ്ങിയിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എണീറ്റ് നിന്നിട്ട് പറഞ്ഞു, ടീച്ചർ ഞാനാണത് വാങ്ങാത്ത ആളെന്ന് പറഞ്ഞു. അപ്പോൾ ടീച്ചർ ഇങ്ങനെ എൻ്റെ അടുത്ത് ചോദിച്ചു, രശ്മി ഒരു 180 രൂപ എടുക്കാനില്ലാത്ത വീട്ടിൽ നിന്നാണോ നീ വരുന്നത്? ഞങ്ങളൊക്കെ അരിയാഹാരമാണ് കഴിക്കുന്നത്. എക്സാക്ട്ലി ദിസ്. ഹിസ്റ്ററി പഠിപ്പിക്കുന്ന ഒരു ടീച്ചർ. ഇതൊന്നും എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല, ക്ലാസ്സിൽ നിന്ന് പുറത്തു പോകാൻ പറഞ്ഞു. അന്ന് എൻ്റെ അമ്മ ഞാൻ പഠിക്കുന്ന അതേ സ്കൂളിൽ വേസ്റ്റ് എടുക്കുന്ന ജോലിയാണ് ചെയ്യുന്നത്. ഞാൻ ക്ലാസ്സിന് പുറത്ത് ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ ഞാൻ കാണുന്നത് എൻ്റെ അമ്മ ഒരു ചാക്കൊക്കെ പിടിച്ച് സ്കൂൾ ഗ്രൗണ്ടിൽ നിന്ന് വേസ്റ്റ് പറക്കുകയാണ്. ആൻഡ് എനിക്ക് എൻ്റെ അമ്മയോട് പോയിട്ട് അമ്മ എന്നെ ക്ലാസ്സിൽ നിന്ന് പുറത്താക്കി, എനിക്ക് പുസ്തകം വാങ്ങണം, പൈസ വേണമെന്ന് ചോദിക്കാൻ എനിക്ക് തോന്നിയില്ല. ഞാൻ ആ സിറ്റുവേഷൻസുമായിട്ട് അല്ലെങ്കിൽ സൊസൈറ്റി എനിക്ക് തന്നുകൊണ്ടിരുന്ന ഇത്തരം ഡിസ്ക്രിമിനേഷൻസ് ഞാൻ റിസീവ് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. പക്ഷേ
ഞാനിത് പറയുമ്പോൾ നമ്മൾ നോർമലി ഈ ടീച്ചേഴ്സ് അല്ലെങ്കിൽ അധ്യാപകർ എന്നൊക്കെ പറയുന്നത് ഭയങ്കര ഐഡിയലൈസ്ഡ് ആയിട്ട് നമ്മൾ പോർട്രേ ചെയ്യുന്ന ആളുകളാണ് അല്ലേ, ഗുരുക്കന്മാർ എന്നൊക്കെ നമ്മൾ വലിയ വലിയ വാക്കുകൾ പറയും. പക്ഷേ ഇത് ശ്രീലക്ഷ്മി പറഞ്ഞപ്പോൾ ഞാൻ ആലോചിക്കുന്നത്, എനിക്കും വളരെ മോശം അനുഭവം ഉണ്ടായിട്ടുണ്ട് ടീച്ചേഴ്സിൻ്റെ കയ്യിൽ നിന്ന്. അത് പക്ഷേ നമ്മൾ ചൈൽഡ്ഹുഡ് ആയതുകൊണ്ട് നമ്മൾ ഭയങ്കരമായിട്ട് അത് എഫക്റ്റ് ചെയ്യും സത്യം പറഞ്ഞാൽ. ആൻഡ് നമ്മൾ പൊതുവേ ടീച്ചേഴ്സിന് കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന കുട്ടികളാണെങ്കിൽ അവരെ കൂടുതൽ എഫക്റ്റ് ചെയ്യും. ഇപ്പം ശ്രീലക്ഷ്മി ഇപ്പോൾ പറഞ്ഞതുപോലെ അവരൊരു പക്ഷെ അങ്ങനെ ചോദിച്ചില്ലായിരുന്നെങ്കിൽ ഒരു സ്കാര് ശ്രീലക്ഷ്മീൻ്റെ ലൈഫിൽ നിന്ന് ഒഴിവായിപ്പോയേനെ. പക്ഷേ എനിക്കിന്നും അറിഞ്ഞൂടാ എന്തുകൊണ്ടാണ് ഇപ്പോൾ അത് കേൾക്കുന്ന ആ ടീച്ചർ ഇപ്പോൾ ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അങ്ങനെ ചെയ്യരുത് എന്നേ അല്ലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അറ്റ്ലീസ്റ്റ് ഇനി ഒരാളെടുത്ത് അത് ചെയ്യരുത്. അപ്പോൾ അവർ റിയലൈസ് ചെയ്യുന്നുണ്ടാവില്ല അവർ പറയുന്ന വാക്ക് എത്രത്തോളം അപ്പുറത്തിരിക്കുന്ന കുട്ടീനെ ഹേർട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളത്. സ്കൂൾ ലൈഫ് അങ്ങനെ പോയി. അത് കഴിഞ്ഞിട്ട് പിന്നെ നെക്സ്റ്റ് സ്റ്റെപ്പ് കോളേജ്. അങ്ങനെ തിരിച്ച് ഇത് ഇടുക്കിയല്ലേ സ്ഥലം? കായംകുളം. അപ്പോൾ മേ ബി ഒരു റിമോട്ട് സൈഡിലുള്ള ഒരു സ്കൂളിംഗ് കഴിയുമ്പോഴത്തേക്കും നമ്മൾ സത്യം പറഞ്ഞാൽ ഒന്നാമത് നമ്മൾ തളർന്നിരിക്കുന്നു. എവിടെ നിന്ന് ആ സ്ട്രെങ്ത് കിട്ടിയത്? ശരി, അവിടെ നിന്ന് എനിക്ക് പറിച്ചു നടണം, എന്നെ തന്നെ പറിച്ചു നടണം എന്നൊരു, അതായത് എൻ്റെ പാരൻസ് ആൻഡ് സിസ്റ്റർ ഓർത്തോപീഡിക്കലി ചലഞ്ച്ഡ് ആണ്. ഓക്കെ. സോ എനിക്ക് പ്രത്യേകിച്ച് അങ്ങനെ ഒരു പ്രശ്നമൊന്നും ഉണ്ടായില്ല. അതുകൊണ്ട് തന്നെ ചെറുപ്പം മുതൽ അമ്മ എന്നെ വളർത്തിയത് ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ളൊരു പേഴ്സൺ ആവണം എന്ന് പറഞ്ഞിട്ടാണ്. അമ്മ പറയും, മറ്റേ ചെറിയ പ്രായത്തിൽ അമ്മയ്ക്ക് ഒരു ആൺകുട്ടി ഉണ്ടാവണം, അത് ഞാനത് അക്സെപ്റ്റ് ചെയ്യുന്നില്ല. പക്ഷെ അന്നത്തെ അവരുടെ തോട്ട് എങ്ങനെയാണ്. സോ ആൺകുട്ടി ഉണ്ടാവണമെന്നും പറഞ്ഞിട്ട് എന്നെ ആൺകുട്ടികളെ പോലെ ഡ്രസ്സ് ചെയ്യിപ്പിക്കുക, അങ്ങനെയൊക്കെ ആയിരുന്നു കുറേ കാലം. പക്ഷെ ഇങ്ങനെയൊക്കെയുള്ള ലൈഫ് സിറ്റുവേഷൻ ആണെങ്കിലും എനിക്ക് എൻ്റെ വീട്ടിൽ നിന്ന് കിട്ടിയ വലിയൊരു അഡ്വാൻസ്മെൻ്റ് എന്ന് പറയുന്നത് ഫ്രീഡം ആണ്. കാരണം അവർക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു എങ്ങനെയെന്നുള്ളത് അന്വേഷിക്കാനായിട്ടുള്ളൊരു സമയം കിട്ടുന്നുണ്ടായില്ല. അതുകൊണ്ട് തന്നെ ഒരുപാട് ഫ്രീഡം കിട്ടിയിട്ടുണ്ട്. നമ്മളുടെ മേൽക്കൊന്നും അടിച്ചേൽപ്പിച്ചിട്ടില്ല. ഇത്ര സമയം കഴിഞ്ഞ് പുറത്തു പോകരുത്, ഇന്ന ഡ്രസ്സുകൾ ധരിക്കാൻ പാടില്ല, അല്ലെങ്കിൽ ദൈവത്തിൽ വിശ്വസിക്കണം, ഈ മതത്തിൻ്റെ ആചാരങ്ങൾ ഫോളോ ചെയ്യണം, ഇങ്ങനെയൊന്നും എൻ്റെ പാരൻസ് പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല. സോ ഞാൻ ചുറ്റും നോക്കുമ്പോൾ മറ്റൊരു കുട്ടികൾക്കും ഇല്ലാത്ത ഫ്രീഡമാണ് നമ്മൾ അനുഭവിച്ചു വന്നിട്ടുള്ളത്. സോ എനിക്ക് ആ ഫ്രീഡം നല്ലതുപോലെ ഉപയോഗിക്കാൻ പറ്റിയിട്ടുണ്ട്. ഞാൻ എൻ്റെ ലൈഫിൻ്റെ ഭയങ്കര ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് കണ്ടത് അതാണ്. ഫ്രീഡം ഓഫ് മൊബിലിറ്റി എന്ന് പറയും. എനിക്ക് ആരുടെയും അനുവാദം ചോദിക്കാതെ ഇപ്പം നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് അടുത്ത സ്ഥലത്തേക്ക് പോകാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. സോ ആ അനുഭവങ്ങളിൽ നിന്ന് എനിക്ക് കിട്ടിയ കുറേ കാര്യങ്ങൾ, അതാണ് എന്നെ ഇതുവരെയുള്ള കാര്യങ്ങളിൽ സപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ. ആ ഒരു ഫ്രീഡം, അല്ലെങ്കിൽ അവിടുന്ന് ഗെയിൻ ചെയ്ത എക്സ്പീരിയൻസ്. സോ ഞാൻ മുന്നേ പറഞ്ഞല്ലോ എൻ്റെ ഇമോഷൻസ്, എനിക്ക് ആ വീട്ടിൽ അത്രയും ഇമോഷണലി സെൻസിറ്റീവായ ഒരാളാണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. സോ എനിക്ക് മനസ്സിലായി ഇവിടെ ഞാൻ കൂടുതൽ കണ്ടിന്യൂ ചെയ്യുന്നത്. സംടൈംസ് നമ്മളുടെ വീടെന്ന് പറയുന്നത് നമുക്ക് കംഫർട്ടബിൾ സ്പേസ് ആയിരിക്കണം എന്നില്ല. ഒരു വീട് എല്ലാവർക്കും വീടായി തന്നെ ഫീൽ ചെയ്യണം എന്നില്ല. സോ ഞാൻ ആ വീട്ടിൽ നിന്നപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് എനിക്ക് പറ്റിയ സ്ഥലമല്ല എന്നുള്ളത്. സോ ഞാൻ ഡിസൈഡ് ചെയ്തു എനിക്കിവിടുന്ന് പോകണം എന്നുള്ളത്. പക്ഷെ ഒരു പെൺകുട്ടി ആയിരിക്കുമ്പോൾ നമ്മൾ എത്ര തന്നെ ഫ്രീഡം ഉണ്ടെന്ന് പറഞ്ഞാലും ഒരു പെൺകുട്ടി ആയതുകൊണ്ട് ഒരു സർട്ടൻ റെസ്ട്രിക്ഷൻസ് ഉണ്ടാവില്ലേ? അതോ അങ്ങനെ ഉണ്ടായിട്ടില്ല? എനിക്ക് അങ്ങനെ ഉണ്ടായിട്ടില്ല. ആൻഡ് ഐ ലെഫ്റ്റ് മൈ ഹോം. എനിക്കൊരു 16-17 വയസ്സിലാണ് ഞാൻ വീട് വിട്ട് പോകുന്നത്. ആൻഡ് അത് ഭയങ്കര ഒരു സിറ്റുവേഷനായിരുന്നു. അതായത് ഞാൻ 2 ദിവസം ഞാനിങ്ങനെ വീട്ടിലിരുന്ന് കരയുകയാണ്. എനിക്കെൻ്റെ ജീവിതത്തെക്കുറിച്ച് ആലോചിച്ചിട്ട് ഭയങ്കര ടെൻഷൻ. കാരണം 11th and 12th ഒക്കെ കഴിയുന്ന സമയത്ത് ഒരു 1 year ലൈഫിൽ ഒരുപാട് ട്രാജിക് ആയിട്ടുള്ള ഇൻസിഡൻറ്റ്സ്. അമ്മ പെട്ടെന്ന് വയ്യാതാകുന്നു, അച്ഛനൊരു ആക്സിഡൻറ്റ് സംഭവിക്കുന്നു. സോ പ്രോപ്പറായിട്ട് നമുക്ക് പഠിക്കാനോ ബാക്കി കാര്യങ്ങൾ ചെയ്യാനോ ഒന്നും പറ്റുന്നില്ല. അപ്പോൾ ഇറ്റ് ഫെൽറ്റ് ലൈക്ക് എ റോളർ കോസ്റ്റർ.
എല്ലാ കാര്യങ്ങളും ഇങ്ങനെ ഉൾട്ട തിരിയാണ്. അപ്പോൾ എനിക്ക് ചെറുപ്പത്തിൽ സിവിൽ സർവീസ് ആയിരുന്നു ഭയങ്കര ആഗ്രഹം, നന്നായി പഠിക്കണം. അപ്പോൾ നമ്മുടെ സിറ്റുവേഷൻസ് ഇതായതുകൊണ്ട് നമ്മൾ ഒരുപാട് സ്വപ്നം കാണും ഇതിന്ന് രക്ഷപ്പെടാൻ വേണ്ടി. എങ്ങനെയെങ്കിലും അവിടെ നിന്ന് പുറത്തേക്ക് വരണം, ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഉണ്ടാവണം, നല്ലൊരു കരിയർ ഉണ്ടാവണം. അപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ വന്നപ്പോൾ എൻ്റെ കോൺഫിഡൻസ് എല്ലാം നഷ്ടപ്പെട്ടു. ഇല്ല, ഇനി ഇവിടെ നിന്നാൽ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല, എൻ്റെ കരിയർ എൻഡാവും, അല്ലെങ്കിൽ എൻ്റെ സ്വപ്നങ്ങൾ എനിക്ക് സാധിച്ചെടുക്കാൻ പറ്റില്ല എന്ന് മനസ്സിലായപ്പോൾ ഒരു ദിവസം ഇതേപോലെ വീട്ടിലിരുന്നു. ഞാൻ എൻ്റെ ബാഗൊക്കെ പാക്ക് ചെയ്തു. ഞാൻ പറഞ്ഞില്ലേ 17 വയസ്സിലാണ്. അമ്മ വീടിൻ്റെ മുമ്പിലിരുന്നിട്ട് ചായ കുടിക്കുകയാണ്. ഞാൻ ഇറങ്ങി ചെന്ന് എൻ്റെ കയ്യിലന്ന് 200 രൂപയുണ്ട്. ഞാൻ അമ്മയോട് പറഞ്ഞു, എനിക്കൊരു ജോലി വേണം, എനിക്ക് പഠിക്കണം, ദയവ് ചെയ്തിട്ട് നിങ്ങൾ ഇതിനെക്കുറിച്ചിട്ട് ആലോചിച്ച് പാനിക്കായി ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യത്തെ തടസ്സപ്പെടുത്തരുത്. ഞാൻ എവിടെയെങ്കിലും ഒന്ന് നിന്ന് കഴിഞ്ഞാൽ ഞാൻ നിങ്ങളെ തിരിച്ച് കോണ്ടാക്ട് ചെയ്യുമെന്ന് പറഞ്ഞു. അവരൊരു എതിരഭിപ്രായവും പറഞ്ഞില്ല, പൊയ്ക്കോളാൻ പറഞ്ഞു. ആൻഡ് ഞാൻ അവിടെ നിന്ന് ബസ് കയറി നേരെ കൊച്ചിയിൽ വന്ന് ഇറങ്ങി. അവിടെ ചെറിയ ചെറിയ സ്ഥലങ്ങളിലൊക്കെ ജോലി ചെയ്യാൻ കയറി. അങ്ങനെ കുറേ പൈസ സേവ് ചെയ്ത് വെച്ചിട്ടാണ് ഞാൻ പിന്നെ വീണ്ടും പഠിക്കാനായിട്ട് കയറുന്നത്. അവിടെ നിന്നാണ് പിന്നെയുള്ള ലൈഫ് സ്റ്റാർട്ട് ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ അമ്മയുടെ അടുത്ത് ശ്രീലക്ഷ്മി അങ്ങനെ പറഞ്ഞപ്പോൾ അമ്മയ്ക്ക് ഉള്ളിലൊരു ഫീലിംഗ് ഉണ്ടായിട്ടുണ്ടാവണം, എൻ്റെ മകളെങ്കിലും പോയി രക്ഷപ്പെടട്ടെ എന്ന്, അല്ലേ, എല്ലാ അമ്മമാരെയും പോലെ. ഓക്കെ. അപ്പോൾ കൊച്ചിയിൽ വന്നു. അത് കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു യു ഹാവ് വർക്ക്ഡ്, ഒരുപാട് സ്ഥലത്ത് വർക്ക് ചെയ്തു. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു 16, 17, 18 വയസ്സുള്ള കുട്ടികളിൽ സാധാരണ എന്താ ചിന്തിക്കുക, അവർ ലൈഫ് എൻജോയ് ചെയ്യണം അല്ലെങ്കിൽ അടിച്ചു പൊളിക്കണം. പക്ഷെ ആ ഒരു സമയത്ത് ഇത്രയും കൈപ്പേറിയ അനുഭവങ്ങൾ കിട്ടുക എന്ന് പറയുന്നത് നിസ്സാര കാര്യമൊന്നുമല്ല. അത് ഞാൻ പറഞ്ഞതുപോലെ എൻ്റെ അനുഭവങ്ങളൊന്നും ഒരിക്കലും ശ്രീലക്ഷ്മീൻ്റെ അനുഭവങ്ങളായിട്ട് അത്രയും തീവ്രമൊന്നുമല്ല. പക്ഷെ എങ്കിലും എനിക്കും ഒരു സ്ട്രഗിൾ ഫേസ് ഉണ്ടായതുകൊണ്ട് എനിക്ക് ശരിക്കും ഇത് റിലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പം എനിക്കും ഒരു സ്റ്റേജിൽ ഞാനും വിചാരിച്ചായിരുന്നു എൻ്റെ വീട്ടിൽ നിന്ന് എനിക്ക് എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് പുറത്ത് പോയി രക്ഷപ്പെടണം, എനിക്ക് പഠിക്കണം. അപ്പം അത് തന്നെയാണ് ഇപ്പോൾ ശ്രീലക്ഷ്മി. എനിക്ക് തോന്നുന്നു അത്തരം സ്ട്രഗിൾസ് അനുഭവിക്കുന്ന എല്ലാ കുട്ടികളും അങ്ങനെയൊക്കെ ആയിരിക്കും ചിന്തിക്കുന്നത്. പക്ഷെ നമ്മൾ ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് എവിടേക്കെങ്കിലുമൊക്കെ എത്തിപ്പെട്ടു. പക്ഷെ അങ്ങനെ എത്തിപ്പെടാൻ പറ്റാത്ത എത്രയോ കുട്ടികളുണ്ടാവും, അല്ലേ? അത് നമ്മളിപ്പോൾ ഒരു സക്സസ് സ്റ്റോറി കേൾക്കുമ്പോൾ പോലും നമ്മൾ വിചാരിക്കും, ഇത്രയും ദുരിതം അനുഭവിച്ച അയാൾ സക്സസ്ഫുൾ ആയില്ലേ എന്ന് വിചാരിക്കും. പക്ഷേ ഒരു 100 പേര് അതിൻ്റെ പുറകിൽ ഫെയിലായിട്ടുണ്ടാവും. അത് നമ്മളാരും അറിയുന്നില്ല. അപ്പം ഞാനിപ്പോൾ ആലോചിക്കും, ശരിക്കും ഇത് പറയുമ്പോൾ ഞാൻ ഇങ്ങനെ വിഷ്വലൈസ് ചെയ്യാണ്. ശ്രീലക്ഷ്മി പറയുമ്പോൾ ഓക്കെ, വീട് വിട്ട് ഇറങ്ങുന്നു, ഇവിടെ എത്തുന്നു, അല്ലെങ്കിൽ പല ജോലികൾ തേടിപ്പോകുന്നു. ഇതിൻ്റെ ഇടയിൽ എനിക്കറിയില്ല, കുറച്ച് ഡിഫിക്കൾട്ടായിരിക്കും ക്വസ്റ്റ്യൻ. പക്ഷെ എന്നാലും ഞാനും അതിലൂടെ കടന്നു പോയതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്, ബീങ് എ വുമൻ ഇറ്റ് ഈസ് നോട്ട് ഈസി, ഡെഫിനറ്റ്ലി നോട്ട് ഈസി. നമ്മൾക്ക് പരിചയമുള്ളൊരു സ്ഥലത്ത് നിൽക്കുന്നത് പോലും നമുക്ക് എളുപ്പമല്ല. അപ്പം പുതിയൊരു നാട്, പുതിയ ആളുകൾ, ആ ഒരു പ്രായം, ദാറ്റ് ഈസ് വെരി വെരി സിഗ്നിഫിക്കൻറ്റ്. നമ്മൾക്ക് ആരുമില്ല അല്ലെങ്കിൽ നമുക്കൊരു തുണയില്ല എന്നറിയുമ്പോൾ അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ സൊസൈറ്റിയിലെ ആളുകൾ ചൂഷണം ചെയ്യാൻ വരും. എവറി ഗേൾ, അതായത് ഇങ്ങനെ സ്ട്രഗിൾ അനുഭവിക്കുന്ന എല്ലാ പെൺകുട്ടികളും ഇത് അനുഭവിക്കുന്നുണ്ടാവും. ഹൗ ഡിഡ് യു ഫേസ് ഇറ്റ്? എനിക്ക് ആ സമയത്ത് സുഹൃത്തുക്കളൊന്നും ഇല്ല എന്ന് പറഞ്ഞു. എങ്ങനെ ഇത് തരണം ചെയ്തത്? അതായത് ഈ പറഞ്ഞത് തന്നെയാണ് എൻ്റെ മനസ്സിലുള്ളത്. ഒറ്റയ്ക്ക് ജീവിക്കാനായി ഇറങ്ങിത്തിരിക്കുന്ന ആ ഒരു സമയം എളുപ്പമായിരുന്നില്ല. നമുക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിത്തിരിക്കുന്ന സമയത്തൊരു അസാമാന്യമായ കോൺഫിഡൻസ് ഉണ്ടായിരുന്നു, ഒരു ധൈര്യം ഉണ്ടായിരുന്നു. ഇത് നമുക്ക് വളരെ എളുപ്പമാണ്, നമ്മൾ ഏത് സ്ഥലത്ത് പോയാലും ജീവിക്കാൻ നമുക്ക് പറ്റും എന്നൊരു കോൺഫിഡൻസ് എനിക്കുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ എത്തിയതിന് ശേഷമുള്ള ലൈഫ് അങ്ങനെ ആയിരുന്നില്ല. ഫോർ മീ, എനിക്ക് എൻ്റെ പ്രിയോറിറ്റികളെന്ന് പറയുന്നത് കിടക്കാൻ സേഫായിട്ടുള്ളൊരു സ്ഥലം, കഴിക്കാനുള്ള ഭക്ഷണം, ഇതിന് ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. പിന്നെ പ്രധാനമായിട്ടും ഒരു സ്ത്രീ ഒറ്റയ്ക്ക് ജീവിക്കാൻ ഇറങ്ങിത്തിരിക്കുമ്പോൾ ഏറ്റവും വലിയ ചലഞ്ചിങ് ആയിട്ട് വരുന്നത് അബ്യൂസുകളാണ്. തീർച്ചയായിട്ടും ഒരുപാട് അബ്യൂസുകൾ ഉണ്ടായിട്ടുണ്ട്. ആൻഡ് അമ്മ എപ്പോഴും പറഞ്ഞു തരും, ഡിഫെൻഡ് ചെയ്യാൻ ശ്രമിക്കണം എന്ന്. ഏത് സ്ഥലത്ത് പോയാലും അങ്ങനെ ഒരു അബ്യൂസ് ഉണ്ടാവാൻ സാധ്യതയുണ്ടായാൽ നിൻ്റെ മാക്സിമം എത്രയാണോ അത്രയും നീ ഡിഫെൻഡ് ചെയ്യാൻ ശ്രമിക്കണം. ആൻഡ് ദാറ്റ് വാട്ട് ഐ യൂസ് ടു ഡു എവറി ടൈം.
സോ എനിക്കൊരു വർക്ക് സ്പേസ് കംഫർട്ടബിൾ ആയിരുന്നില്ല, ഞാൻ പോയി നിൽക്കുന്ന സ്ഥലങ്ങൾ കംഫർട്ടബിൾ ആയിരുന്നില്ല. ആൻഡ് ഒരുപാട് ഇൻസെക്യൂരിറ്റീസാണ് നമുക്ക് നമ്മുടെ ചൈൽഡ്ഹുഡ് തന്നിട്ടുള്ളത്. ഇപ്പോൾ പറഞ്ഞില്ലേ, നമുക്ക് നമ്മളെ സംരക്ഷിക്കാൻ നമ്മുടെ കൂടെ ആരുമില്ല. ആരുമില്ല. ആൻഡ് ഇതാണ് നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്നവരുടെ ഒരു എന്താ പറയുക, അവർക്കതാണ് വേണ്ടത്. നമ്മൾ എന്ത് ചെയ്താലും ചോദിക്കാനും പറയാനും ആരും വരില്ല എന്നുള്ളതാണ് അവരുടെ അവരുടെ കോൺഫിഡൻസ്. ധൈര്യം. സോ ഇവിടെ വന്നതിന് ശേഷം ഇപ്പോൾ ചിലപ്പോൾ സുഹൃത്തുക്കളുടെ വീട്ടിലായിരിക്കും താമസിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു സ്ട്രഗിളിനിടയ്ക്ക് ആരെങ്കിലുമൊക്കെ കണ്ടുമുട്ടും. അപ്പോൾ ഇവരൊക്കെ നമ്മളെ സഹായിക്കാനും സ്നേഹിക്കാനും മാനിപ്പുലേറ്റ് ചെയ്യാനും ഒക്കെ ശ്രമിക്കും. അതിൽ നിന്ന് ഒരുപാട് മോശപ്പെട്ട അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഡിസ്ക്രിമിനേഷൻസ് ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. ഇവിടെ വരുന്ന സമയത്ത് ഇങ്ങനെ ഡ്രസ്സ് ചെയ്ത് ഈ മേക്കപ്പ് ഒക്കെ ഇട്ട് ഇങ്ങനെയൊന്നും അല്ല വന്നിറങ്ങുന്നത്. സോ ആളുകൾക്ക് നമ്മളെ കാണുമ്പോൾ തന്നെ കൂട്ടത്തിൽ കൂട്ടാൻ പറ്റില്ല എന്നുള്ളൊരു രീതിയാണ്. പക്ഷെ എനിക്കുണ്ടായ അനുഭവങ്ങളിൽ നിന്ന് ഞാൻ എടുത്ത തീരുമാനം യു ഡിസേർവ് ബെറ്റർ എന്നുള്ളതാണ്. ഞാനിതൊന്നും അനുഭവിക്കേണ്ട ആവശ്യമില്ല. എനിക്ക് വർക്ക് ചെയ്യാനുള്ളൊരു ധൈര്യമുണ്ട്, ട്രൈ ചെയ്യാനായിട്ടുള്ളൊരു ധൈര്യമുണ്ട്. അതുകൊണ്ട് എപ്പോഴും ബെറ്റർ സ്പേസിലേക്ക് എത്താൻ വേണ്ടിയിട്ട് പരിശ്രമിച്ചുകൊണ്ടിരിക്കുക. ഇപ്പം ഞാൻ സ്റ്റേ ചെയ്യുന്ന ഒരു സ്ഥലത്ത് എനിക്ക് മോശം അനുഭവം ഉണ്ടായാൽ ഞാൻ അവിടുന്ന് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള ഒരു സ്ഥലം കണ്ടെത്താനായിരിക്കും ശ്രമിക്കുക. അവിടെ ഒന്നും ഞാൻ കുടുങ്ങി കിടന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഉണ്ടാവുന്ന ഓരോ ഇൻസിഡൻസിൽ ഞാൻ സ്റ്റക്കായി പോയില്ല. പക്ഷേ കുറേ കാലം കഴിഞ്ഞപ്പോൾ ആ അനുഭവങ്ങളൊക്കെ എൻ്റെ ഓർമ്മകളിലേക്ക് ഇങ്ങനെ തിരിച്ചു വന്ന് എന്നെ മാനസികമായിട്ട് ബുദ്ധിമുട്ടിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ആ സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് എന്തോ ഒരു വാശി, ചോരത്തിളപ്പ് എന്നൊക്കെ പറയുന്ന പോലെ ഞാൻ ഒരിടത്ത് നിന്നു കൊടുത്തില്ല, ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ സംഹൗ ഞാൻ ഒരു പീസ്ഫുൾ ആയിട്ടുള്ളൊരു സ്ഥലത്തെത്തി സ്റ്റേബിളായിട്ട് നിന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഞാൻ കാണുന്ന ഒരു പ്ലസ് പോയിന്റ്. പക്ഷേ ആ അനുഭവങ്ങൾ നമുക്കിങ്ങനെ തികട്ടി വരും. ആൻഡ് ഞാൻ അതിന് ഒരു പരിഹാരം കാണാൻ ശ്രമിക്കുന്നത് അതേ അനുഭവത്തിലൂടെ നമ്മുടെ മുമ്പിൽ മറ്റാരെങ്കിലും സ്ട്രഗിൾ ചെയ്യുന്നുണ്ടെങ്കിൽ അവരെ സേവ് ചെയ്യുക എന്നുള്ളതാണ്. ബിക്കോസ് നമുക്കത് മനസ്സിലാവും. ഇപ്പോൾ ഇതേ സാഹചര്യത്തിൽ നിന്നൊക്കെ വരുന്ന പെൺകുട്ടികളുണ്ട്. അപ്പോൾ നമ്മൾ ജീവിതത്തിൻ്റെ ഈ യാത്രയിൽ അങ്ങനെയുള്ളവരെ കണ്ടുമുട്ടുകയാണെന്നുണ്ടെങ്കിൽ അത് നമ്മൾ പറഞ്ഞില്ലേ, നമുക്ക് കിട്ടാത്ത സംരക്ഷണം അത് ഞാൻ ഉറപ്പുവരുത്താനായിട്ട് ശ്രമിക്കാറുണ്ട്. അത് എനിക്ക് തോന്നുന്നു ഈ അനുഭവങ്ങളിലൂടെ പോയതുകൊണ്ടായിരിക്കും ഒരുപക്ഷെ മറ്റൊരാളെ ജഡ്ജ്മെൻ്റലായിട്ട് കാണാതിരിക്കാൻ ശ്രീലക്ഷ്മിക്ക് പറ്റുന്നത്. എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഒരാളുടെ അടുത്ത് പോയിട്ട് നമ്മളുടെ വിഷമം പറഞ്ഞാൽ ഡെഫിനറ്റ്ലി നമ്മൾ ജഡ്ജ്ഡ് ആവും. എൻ്റെ പേഴ്സണൽ അനുഭവം അങ്ങനെയാണ്. ജഡ്ജ്ഡ് ആവും, അല്ലെങ്കിൽ നമ്മൾ മുദ്ര കുത്തപ്പെടുകയാണ് ഇങ്ങനെ ഒരാളാണ് എന്നുള്ളത്. പക്ഷേ നമ്മളുടെ പുറകിൽ അങ്ങനെ ഒരാളെ ആക്കി മാറ്റിയത് എന്ത് അനുഭവമെന്ന് ആരും ചിന്തിക്കുന്നൊന്നുമില്ല. ഞാനത് പറഞ്ഞപ്പോഴാണ് ഞാൻ ശ്രീലക്ഷ്മീൻ്റെ ഇൻസ്റ്റാഗ്രാം പോസ്റ്റിൽ ഞാനിങ്ങനെ ശ്രീലക്ഷ്മി എഴുതിയതാണെന്ന് തോന്നുന്നു, തോൽപ്പിക്കാൻ നിങ്ങൾക്ക് ഇത്രയും വാശിയുണ്ടെങ്കിൽ ജീവിച്ച് കാണിക്കാൻ എനിക്ക് എത്ര വാശിയുണ്ടെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുമെന്ന്. അത് ആക്ച്വലി ആരോടാണ് പറഞ്ഞിട്ടുള്ളത്? സമൂഹമാണോ, അതോ നമ്മളുടെ ചുറ്റുമുള്ള ആളുകളാണോ, അതോ വേണ്ടപ്പെട്ട ആളുകളാണോ? ആരോടാ? ചിലപ്പോൾ അത് എന്നോട് തന്നെ ആയിരിക്കും. ഞാൻ എവിടെയോ വായിച്ചൊരു കാര്യമാണ്, നമ്മുടെ ഏറ്റവും വേസ്റ്റ് ആയിട്ടുള്ള ഒരു എനിമിയോട് നമ്മൾ ഫോർഗീവ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ പറ്റുമെന്ന്. ഞാൻ കണ്ടിട്ടുള്ള ആ ഒരു എനിമി ഞാൻ തന്നെയാണ് എൻ്റെ ജീവിതത്തിൽ. എന്താണ്, മറ്റുള്ളവർക്ക് നമ്മളെ ഹേർട്ട് ചെയ്യാൻ പറ്റുന്ന എന്തുകൊണ്ടാണ്? നമ്മൾ അലോ ചെയ്തിട്ടാണ്. എക്സാക്ട്ലി. സോ എൻ്റെ ആ ഒരു കാര്യത്തിൽ എൻ്റെ ശത്രു എന്ന് പറയുന്നത് ഞാൻ തന്നെയാണ്. എൻ്റെ മൈൻഡിനെ, എൻ്റെ തോട്ട്സിനെ ഞാൻ കൺട്രോൾ ചെയ്യാൻ പഠിക്കുക എന്നുള്ളതാണ്. ഈ അനുഭവങ്ങൾ ഞാൻ എടുക്കണോ, ഈ ട്രോമ ഞാൻ എടുക്കണോ, ഇങ്ങനെയുള്ള ആളുകളെ ഞാൻ എൻ്റെ ലൈഫിൽ അലോ ചെയ്യണോ? സോ എന്നോട് തന്നെയായിരിക്കും പറയുന്നത്, തോൽപ്പിക്കാൻ നീ ഇത്രയും ശ്രമിക്കുന്നുണ്ടെങ്കിൽ ജീവിക്കാൻ എനിക്ക് എത്ര വാശി ഉണ്ടാവും. ഈ ഏത് പോയിന്റിലാണ് ഇങ്ങനൊരാശയം വന്നേ? കൂട്ട്, അല്ലെങ്കിൽ ഇങ്ങനെ ഞാനൊരു സ്പേസ് ഉണ്ടാക്കിയെടുക്കണം ബാക്കിയുള്ളവർക്ക് വേണ്ടി എന്ന്
ഇങ്ങനെ ചിന്തിക്കാൻ എപ്പോഴാണ് ഒരു സ്പേസ് ശ്രീരശ്മിക്കായിട്ട് കിട്ടിയിട്ടുള്ളതെന്ന് ഞാൻ ആലോചിക്കുന്നത്. കാരണം ഇത്രയും ബാക്ക് ടു ബാക്ക് സ്ട്രഗിൾസ് അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ അതിൽ നിന്ന് പുറത്തു വരാനേ ശ്രമിക്കുള്ളൂ. പക്ഷെ ആ സമയത്തും മറ്റൊരാളെക്കുറിച്ച് ചിന്തിക്കുക, എന്തായിരുന്നു അതിൻ്റെ മോട്ടിവേഷൻ? അല്ലെങ്കിൽ എപ്പോഴായിരുന്നു അങ്ങനെ ഒരു തോട്ട് പ്രോസസ്സ് വന്നത്? ഞാൻ ഈ പറയുന്ന കോവിഡിൻ്റെ സമയത്ത്, ലോക്ക്ഡൗണിൻ്റെ സമയത്ത് ഞാൻ എൻ്റെ ഏറ്റവും മോശപ്പെട്ട അവസ്ഥയിലൂടെയാണ് കടന്നുപോയത്. കാരണം ഞാൻ മാത്രമല്ല, എല്ലാവരും, ഈ ലോകം മുഴുവൻ നമ്മളെല്ലാവരും ഐസൊലേറ്റഡ് ആവുകയാണ്. ഒരു മുറിക്കുള്ളിൽ ചുറ്റുമുള്ള ആരെയും കാണാൻ പറ്റാതെ, സംസാരിക്കാൻ പറ്റാതെ ഐസൊലേറ്റഡ് ആയിരിക്കുന്ന സമയത്ത് ഞാൻ എപ്പോഴും മനസ്സിലാക്കിയിട്ടുള്ളൊരു കാര്യമാണ്, മനുഷ്യർ ഒറ്റയ്ക്കിരിക്കുമ്പോൾ ഒന്നും ചെയ്യാനില്ലാത്തപ്പോഴാണ് ഏറ്റവും കൂടുതൽ ചിന്തിച്ചു കൂട്ടുന്നത്. ഞാൻ അതുപോലെ ആ സമയത്ത് ഈ പറഞ്ഞ ഞാൻ എൻ്റെ ജീവിതത്തിൽ അനുഭവിച്ച സകല കാര്യങ്ങളെയും കുറിച്ച് ഇരുന്ന് ചിന്തിക്കാൻ തുടങ്ങി. ഇതൊക്കെ ഒരു പെയിനായിട്ട് എൻ്റെ ഉള്ളിൽ ഫോം ചെയ്യാൻ തുടങ്ങി. ആൻഡ് വൺ ഡേ ഞാൻ ഭയങ്കര ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു ഫേസിലൂടെ പോയി. കാരണം ഞാൻ എൻ്റെ ലൈഫ് എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ, എനിക്ക് കിട്ടിയ സ്വാതന്ത്ര്യം കൊണ്ട് ഞാൻ ഒരുപാട് കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട്. ആൻഡ് ഈ പറഞ്ഞ പോലെ അന്ന് എൻ്റെ മുമ്പിൽ പർപ്പസ് ഓഫ് ലൈഫ് എന്നൊരു ക്വസ്റ്റ്യൻ വരുമ്പോൾ എനിക്ക് ആൻസർ ഇല്ലായിരുന്നു. ഞാൻ എന്തിനു വേണ്ടി ജീവിക്കുന്നു എന്നുള്ളൊരു തോട്ട് എനിക്കുണ്ടായിരുന്നു. എക്സാക്ട്ലി ഒരു ദിവസം എനിക്ക് വേണ്ട, ഇനി മുന്നോട്ട് പോവണ്ട എന്നുള്ളൊരു തോട്ട് വന്നു. ഞാൻ അങ്ങനെ ഒരു ഗിവ് അപ്പ് ചെയ്യാം എന്നുള്ളൊരു സ്റ്റേജിൽ നിൽക്കുന്ന സമയത്ത്, ആ ഒരു തോട്ടിൽ നിൽക്കുന്ന സമയത്ത് ഞാൻ പെട്ടെന്ന് ഒരു ബുക്കും ഒരു പേനയും കയ്യിലെടുത്തു. എന്നിട്ട് ഐ യൂസ് ടു റൈറ്റ്. എന്തൊക്കെയോ ഞാൻ ആ ബുക്കിൽ ഇങ്ങനെ എഴുതുകയാണ്. അതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ, ഞാൻ ആ ബുക്കിൽ എഴുതുന്ന കാര്യങ്ങൾക്ക് മീനിങ് ഒന്നുമില്ല, പക്ഷെ ആ പെന്ന് ആ ബുക്കിൽ നിന്ന് എടുക്കാൻ പാടില്ല. ഞാൻ എൻ്റെ തോട്ടിനെ മാറ്റാൻ വേണ്ടിയിട്ടൊരു ആക്ടിവിറ്റിയിൽ എൻഗേജ് ആവുകയാണ്. ആൻഡ് എനിക്ക് അപ്പോൾ ഉണ്ടായ ആ ചിന്തയെ പാസ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് ഞാൻ സമയം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഐ ഫെൽറ്റ് ലൈക്ക് സംതിങ് വിൽ ഹാപ്പൻ. ഇതിന് ഞാൻ പുറത്ത് വരും എന്നുള്ളൊരു രീതിയിലാണ് നിൽക്കുന്നത്. കാരണം ഒറ്റയ്ക്കാണ്, ഒരാളും ഇല്ല. എന്നെ ആ സമയത്ത് ഐ ട്രൈ ടു കോൾ, എൻ്റെ സുഹൃത്തുക്കളെന്ന് അവകാശപ്പെടുന്ന ആളുകളെയൊക്കെ ഞാൻ വിളിക്കാനും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും ഒക്കെ ശ്രമിക്കുന്നുണ്ട്. ഒരു ഓപ്ഷനും ഇല്ല. ഇത് ഭയങ്കര ഒരു സ്ട്രേഞ്ചായിട്ടുള്ള അവസ്ഥയാണത്. ആ സമയത്ത് എനിക്കൊരു സുഹൃത്തിൻ്റെ ഫോൺ കോൾ വന്നു. അപ്പം ഞാൻ അവനോട് പറഞ്ഞു, എടാ ഐ മീൻ എ ട്രബിൾ, എന്നെ സഹായിക്കണം. അപ്പോൾ അവൻ എന്നോട് പറഞ്ഞു, നീ കോൾ ഡ്രോപ്പ് ചെയ്യരുത്, ഞാൻ അവിടേക്ക് വരാമെന്ന് പറഞ്ഞു. ആൻഡ് അവൻ പെട്ടെന്ന് അവിടെ വന്നു, എന്നെ വീട്ടിൽ നിന്ന് കൂട്ടിക്കൊണ്ട് പോയി. പുറത്ത് പോയി ഇരുന്നിട്ട് എറൗണ്ട് വെളുപ്പിന് ഒരു 3 മണി 4 മണി വരെ ഞാൻ പറയുന്ന കാര്യങ്ങൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അവേഴ്സ് ആൻഡ് അവേഴ്സ് ഞാൻ കരഞ്ഞുകൊണ്ട് മാത്രം ഇരിക്കുന്നുണ്ട്. ആൻഡ് അവനതിന് തിരിച്ചു പറഞ്ഞു തരാൻ അവൻ്റെ കയ്യിൽ സൊല്യൂഷൻ ഒന്നുമില്ല. പക്ഷേ അത്രയും നേരം എൻ്റെ കൂടെ ഒരാൾ എന്നെ ഇരുന്ന് കേൾക്കുകയും എല്ലാം കഴിഞ്ഞിട്ട് ഇതേപോലെ തോളിലിങ്ങനെ പാറ്റ് ചെയ്തിട്ട് പറയണം, എവറിത്തിങ് വിൽ ബി ഓക്കെ. ഇത് ലൈഫിൻ്റെ ചില സമയത്തെ നമ്മുടെ മുമ്പിൽ വരുന്ന ചലഞ്ചസ് ആണ് ഇതൊക്കെ. പക്ഷെ സംഹൗ നമ്മളിത് ഓവർകം ചെയ്യും. ഇത്രേ അവൻ എന്നോട് പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ അവിടുന്ന് ഞാൻ എൻ്റെ ലൈഫിനെ റിക്കവർ ചെയ്തു. ആൻഡ് ആ ഒരു സൗഹൃദം എൻ്റെ ജീവിതത്തിൽ ഉണ്ടാക്കിയൊരു മാറ്റമുണ്ട്. അവിടുന്ന് ഞങ്ങളിങ്ങനെ പുറത്തൊക്കെ പോയിട്ട് കുറേ സമയം ഇരിക്കും. അങ്ങനെ ഇതേപോലെയുള്ള കുറച്ച് സുഹൃത്തുക്കളെ എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റി. ആ സുഹൃത്തുക്കൾ വന്നപ്പോൾ ഞാൻ തിരിച്ചറിഞ്ഞൊരു കാര്യം, ഈ നോൺ ജഡ്ജ്മെൻ്റൽ എന്നുള്ളൊരു വാക്കാണ്. ഇവർ വളരെ ഓപ്പൺനെസ്സോട് കൂടിയിട്ടാണ് ചുറ്റുമുള്ള മനുഷ്യരെ കാണുന്നത്. അവരിൽ ഞാൻ കണ്ട വലിയൊരു ക്വാളിറ്റി അതാണ്. ഞാനിങ്ങനെ ഭയങ്കര ഒബ്സർവൻ്റ് ആയിട്ടുള്ള ഒരാളാണ്. എല്ലാ കാര്യങ്ങളും ഒരുപാട് നേരം ഇങ്ങനെ ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കും. സോ ഇവരെ ഒബ്സർവ് ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയ ഒരു പോയിൻ്റാണത്. ഇവർ കാണുന്ന ഒരു മനുഷ്യനെ ജഡ്ജ് ചെയ്യുന്നില്ല, സ്നേഹത്തോട് സ്വീകരിക്കുന്നുണ്ട്, എന്നാൽ ഒരു കയ്യകലം കീപ്പ് ചെയ്യുന്നുണ്ട്, അതായത് ഒരു ബൗണ്ടറി കീപ്പ് ചെയ്യുന്നുണ്ട്. സോ ഞങ്ങളെല്ലാവരും അങ്ങനെ കുറച്ച് പേര് ഈ കൊച്ചിയിൽ ജീവിക്കാനായി വന്ന് ആ സ്ട്രഗ്ലിംഗ് പീരീഡിൽ കണ്ടുമുട്ടി ഒരുമിച്ച് നിന്നു. നമ്മുടെ അടുത്ത് നമ്മളെവിടെയെങ്കിലും കൂടിയിരിക്കുമ്പോൾ അറിയാത്ത ആളുകളൊക്കെ നമ്മുടെ അടുത്ത് വന്നിരുന്ന് അവരുടെ വിഷമങ്ങൾ പറഞ്ഞിട്ട് തിരിച്ചു പോകുന്ന അങ്ങനത്തെ ഇൻസിഡൻറ്റുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പം നമുക്ക് തന്നെ അതൊരു കോൺഫിഡൻസ് തന്നു.
നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ എന്നും ഇതിനെക്കുറിച്ചിട്ടുള്ള ഓരോ മനുഷ്യരെ കുറിച്ചിട്ടുള്ള ചർച്ചകൾ ഉണ്ടാവാറുണ്ട്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവനിങ്ങനെ ഒരു കാര്യം പറഞ്ഞു, അവന് സപ്പോർട്ട് കൊടുക്കണം, ഇങ്ങനെയൊക്കെ നമ്മൾ സംസാരിക്കാറുണ്ട്. ആൻഡ് കൂട്ട് പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യാനായിട്ടുള്ളൊരു കാരണം, എന്നോട് ഇതേപോലെ ഒരു സുഹൃത്ത് ഒരു ദിവസം ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് അയച്ചു. എനിക്കൊന്ന് കാണണം, സംസാരിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എൻ്റേതായിട്ടുള്ള എന്തൊക്കെയോ തിരക്കിലാണ്. അപ്പോൾ ഞാൻ അവൻ്റെ അടുത്ത് പറഞ്ഞു, എടാ ഞാൻ കുറച്ച് തിരക്കിലാണ്, നമുക്ക് കുറച്ച് കഴിഞ്ഞ് കാണാമെന്ന് പറഞ്ഞു. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഇവൻ സൂയിസൈഡ് ചെയ്തു. അപ്പോൾ എനിക്ക് ഉണ്ടായ ഒരു ഇമോഷൻ, മേ ബി ഞാൻ അവനൊരു സ്പേസ് കൊടുത്തിരുന്നെങ്കിൽ, എനിക്ക് അവനെ സേവ് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ ആ ഒരു ചാൻസ് അവന് കിട്ടിയിരുന്നെങ്കിൽ ചിലപ്പോൾ അവൻ ഇപ്പോഴും ജീവിച്ചിരുന്നേനെ. ആൻഡ് ആ ഒരു 2 വീക്സ് നമ്മൾ പലയിടത്തുനിന്നും ഇങ്ങനെയുള്ള ന്യൂസുകളാണ് കേൾക്കുന്നത്. അപ്പോൾ റാൻഡംലി ഞാൻ ഇൻസ്റ്റഗ്രാമിൽ ഒരു സ്റ്റോറി ഇട്ടു, നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ, ഇങ്ങനെ നിങ്ങളെ ജഡ്ജ് ചെയ്യാത്ത ഒരാളെയാണോ നിങ്ങൾ അന്വേഷിക്കുന്നത്, ഞാൻ നിങ്ങളെ കേട്ടിരിക്കാൻ തയ്യാറാണെന്ന്. അതിനെനിക്ക് വന്ന റെസ്പോൺസ്, ഒരുപാട് കോൾസ് ആൻഡ് മെസ്സേജസ്, അതിൽ നമ്മൾ പേഴ്സണലി അറിയുന്നവരടക്കമുണ്ട്. അപ്പോൾ നമുക്ക് മനസ്സിലായി ഈ സോഷ്യൽ മീഡിയയിൽ കാണുന്ന ലൈഫുകളൊന്നും അല്ല ഇവരുടെ എന്നുള്ളത്. അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു, ഒരു ഓപ്പൺ സ്പേസ് ഉണ്ടാക്കി കൊടുത്തു. ആരൊക്കെയോ വിളിക്കും, അവർക്ക് നമ്മളെ അറിയില്ല, നമുക്ക് അവരെ അറിയില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മളൊന്നും ഓഫർ ചെയ്യുന്നില്ല, അവരെനിക്ക് കുറച്ച് കാശ് തരാമെന്നോ അല്ലെങ്കിൽ ഞാൻ അവിടെ വന്ന് നിങ്ങളെ സഹായിക്കാമെന്നോ അങ്ങനെ ഒന്നുമില്ല. ഇവർ നമ്മളെ വിളിക്കുന്നു, ഇവരുടെ സങ്കടങ്ങളും സന്തോഷങ്ങളും ഒക്കെ ഷെയർ ചെയ്യുന്നു, കോൾ ഡ്രോപ്പ് ചെയ്ത് പോകുന്നു. സോ പിന്നെന്ന് വെച്ചാൽ ഈ ഒരു സോഷ്യൽ മീഡിയ കാലഘട്ടത്തിൽ ഇതിൻ്റെ അകത്ത് ഇങ്ങനെ കുറേ നേരം ഇരിക്കുക എന്ന് പറയുന്നത് ഒരിക്കലും ഒരു സൊല്യൂഷൻ അല്ല. എപ്പോഴും ഇപ്പോൾ ഒരു മുറിക്കുള്ളിൽ ഇരുന്നിട്ട് ഒരാൾ മറ്റൊരാളെ വിളിച്ച് വിഷമം പറയാമെന്ന് പറഞ്ഞാൽ പിന്നെയും അവൻ ആ മുറിയുടെ ഉള്ളിൽ തന്നെയാണ് സ്പെൻഡ് ചെയ്യുന്നത്. സോ ഞങ്ങളിങ്ങനെ ഒരു യാത്ര പോയ സമയത്ത് പെട്ടെന്നൊരു ഐഡിയ വന്നു, എന്തുകൊണ്ട് ഇങ്ങനെ ക്യാമ്പിംഗ് ഇവൻറ്റ്സ് ചെയ്തുകൂടാ. അപ്പോൾ പലയിടങ്ങളിലുള്ള ആളുകൾക്ക് വന്ന് കൂടിയിരിക്കാം, നമ്മളുടെ റിയൽ ടൈം എക്സ്പീരിയൻസുകളെ കുറിച്ച് നമുക്ക് ലൈവായിട്ട് ഷെയർ ചെയ്യാം. സോ അങ്ങനെ ഒരു തോട്ടിൽ നിന്നാണ് നമ്മൾ ഈ ക്യാമ്പിംഗ് ഇവൻറ്റ്സ് ചെയ്തു വന്നത്. അറൗണ്ട് ഇപ്പോൾ 25 ഇവൻറ്റ് ചെയ്തു 2 ഇയേഴ്സിൽ. ആൻഡ് ഭയങ്കര സന്തോഷത്തിലാണ് അത് മുന്നോട്ട് പോകുന്നത്. ഇത് പറഞ്ഞപ്പോഴേ നമ്മളിപ്പം നമ്മളുടെ ഇൻറ്റൻഷൻ ഭയങ്കര നല്ലതാണെങ്കിലും ഇപ്പോൾ ശ്രീലക്ഷ്മി ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറീസ് ഇട്ടു എന്ന് പറഞ്ഞല്ലോ, അങ്ങനെ ഒരു സ്റ്റോറി ഇടുമ്പോൾ പോലും നമ്മളെ ജഡ്ജ് ചെയ്യാൻ വേണ്ടി ആളുകൾ വന്നിട്ടുണ്ടോ, അതോ വാസ് ഇറ്റ് എല്ലാം വന്നതൊക്കെ വളരെ ജെനുവിനായിട്ട് ഉള്ള അപ്രോച്ചുകളായിരുന്നോ? ജെനുവിനായിട്ടുള്ള അപ്രോച്ചുകൾ റെയർ ആണെന്ന് വേണം പറയാൻ. അങ്ങനെയാണ്. യെസ്, ഇത് ഒരാളുടെ ഇമോഷൻ എന്ന് വെച്ചാൽ പെട്ടെന്ന് മാനിപ്പുലേറ്റ് ചെയ്യപ്പെടാൻ സാധ്യതയുണ്ട്. എംപത്തറ്റിക് ആയ ഒരു പേഴ്സൺ എപ്പോഴും വേദനിക്കപ്പെടാൻ വേണ്ടിയിട്ട് ജീവിക്കുന്ന ഒരാളാണെന്ന് പറയേണ്ടി വരും. കാരണം സംടൈംസ് ഇവർ കാണിക്കുന്ന ഇമോഷൻസ് ഒന്നും റിയൽ അല്ല. എംപത്തറ്റിക് ആയിട്ടുള്ള ഒരു മനുഷ്യനെ യൂസ് ചെയ്യാണ് ചെയ്യുന്നത്. സോ നമുക്കത് ഫിഗർ ഔട്ട് ചെയ്യാൻ പലപ്പോഴും പറ്റാറുണ്ട്. ചില സമയത്ത് നമ്മൾ കൊണ്ടേ പഠിക്കുള്ളൂ എന്ന് പറയുന്ന പോലെ. അല്ല, ഞാനും കൊണ്ട് പഠിക്കുന്ന ഒരാളാണ്, അതുകൊണ്ടാണ് ഞാൻ ഈ ക്വസ്റ്റ്യൻ ചോദിച്ചത്. കാരണം പലപ്പോഴും നമ്മൾ ജെനുവിനായിട്ട് ഒരാളെ ഹെൽപ്പ് ചെയ്യണം എന്ന് വിചാരിച്ചിട്ട് ഇറങ്ങിത്തിരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന റെസ്പോൺസ് വളരെ എന്താ പറയുക, മോശപ്പെട്ട ഒരു റെസ്പോൺസ്. അപ്പം നമ്മൾ തന്നെ വിചാരിക്കും എന്തിനായിരുന്നു ഞാനിത് ചെയ്തതെന്ന്. ബട്ട് അങ്ങനെ ഒരു ചിന്ത വന്നില്ലല്ലോ എന്ന് മാത്രമേ എനിക്കിപ്പോൾ പറയാനുള്ളൂ. കാരണം അങ്ങനെ ഒരു ചിന്ത വരാത്തത് കൊണ്ടാണല്ലോ ഒരുപാട് പേരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റിയത്. അത് ഐ ഡോണ്ട് നോ, ഇറ്റ് മസ്റ്റ് ബി യൂണിവേഴ്സ് കോൾ ഫോർ യു, അത്രേ പറയാൻ പറ്റൂ. ഞാൻ ഇപ്പോൾ ഈ ലൈഫ് സ്റ്റോറി കേൾക്കുമ്പോൾ ഞാൻ വിചാരിക്കുന്നത്, എത്രയൊക്കെ കഷ്ടങ്ങൾ അനുഭവിച്ചിട്ടുണ്ടെങ്കിലും ഐ തിങ്ക് ദാറ്റ് യു ആർ ലക്കി. ബിക്കോസ് എവിടെയൊക്കെയോ ആ ഒരു ടേണിംഗ് പോയിൻ്റ് വരേണ്ട സമയത്ത് അത് കൃത്യമായി വന്നിട്ടുണ്ട്. ഇപ്പം വീട് വിട്ടിറങ്ങി, യു ചൂസ് കൊച്ചി, വേറെ പല സ്ഥലങ്ങളിൽ ചൂസ് ചെയ്യാമായിരുന്നു, അല്ലെങ്കിൽ അവിടെ തന്നെ നിൽക്കാമെന്ന് ചൂസ് ചെയ്യാമായിരുന്നു. ഇവിടെ വരുന്നു, ഇവിടെ വന്ന് എല്ലാം നഷ്ടപ്പെട്ടു, ഗിവ് അപ്പ് ചെയ്യാൻ പോയെന്ന ഒരു പോയിന്റിൽ ഒരു സുഹൃത്ത് വന്ന് വിളിക്കുന്നു. അത് കഴിഞ്ഞ് ആ ഒരു ഡിസ്കഷൻ നടക്കുമ്പോൾ അതേപോലെ ചിന്താഗതിയുള്ള ഒരുപാട് പേര് കൂടെ വന്ന് ചേരുന്നു. അല്ല, ഇതൊന്നും ഐ ഡോണ്ട് നോ, ഇതൊക്കെ റാൻഡം ആണോ എന്ന് ചോദിച്ചാൽ എനിക്കത് ബിലീവ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇപ്പം
നമ്മൾ തീവ്രമായിട്ടൊരു കാര്യം ആഗ്രഹിച്ചാൽ ആളുകളൊക്കെ എല്ലാം യൂണിവേഴ്സ് ഇത് കോൺസ്പയർ ചെയ്യും എന്ന് പറയുന്നത് പോലെ എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത് ശ്രീരശ്മീൻ്റെ ഒരു. യെസ്, ഐ നീഡ് ടു താങ്ക് എ ലോട്ട് ഓഫ് പീപ്പിൾ ഇൻ മൈ ലൈഫ്. കാരണം ഞാൻ ലൈഫിൻ്റെ എല്ലാ പോയിന്റിലും ഓർക്കുന്ന ഒരു കാര്യമാണ്, ഒരു പ്രതിസന്ധിയിലും എനിക്ക് സ്റ്റക്കായിട്ട് ഇരിക്കേണ്ടി വന്നിട്ടില്ല. ഇത് ഞാൻ എൻ്റെ കൂട്ടുകാരോട് എപ്പോഴും പറയും. കാരണം ആരെങ്കിലും എവിടെ നിന്നെങ്കിലും ആ ഒരു മൊമെൻറ്റിൽ എന്നെ ഹെൽപ്പ് ചെയ്യാൻ, അല്ലെങ്കിൽ എനിക്ക് മുന്നിൽ എപ്പോഴും ഒരു വാതിൽ തുറക്കുന്നുണ്ടാവും. അത് ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ കൊണ്ടാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ഞാൻ എൻ്റെ ലൈഫിൽ കൂട്ടുപിടിച്ചിട്ടുള്ളൊരു കാര്യം ട്രൂത്ത് എന്നുള്ളതാണ്. നമ്മുടെ ഇൻറ്റൻഷൻ ക്ലിയർ ആയിരിക്കുക, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ജെനുവിൻ ആയിരിക്കുക, ഒരാളുടെയും മുമ്പിൽ ഫേക്ക് ചെയ്തോ അല്ലെങ്കിൽ മറ്റുള്ളവരെ പ്ലീസ് ചെയ്തോ ജീവിക്കാതിരിക്കുക. സോ അതൊക്കെ കൊണ്ടായിരിക്കും എനിക്ക് ജെനുവിനായിട്ടുള്ള ഹെൽപ്പ് കിട്ടുന്നത്. എന്നെ ഇവിടെ വരെ എത്തിച്ചതിൽ ഒരുപാട് മനുഷ്യരുടെ കഷ്ടപ്പാടുണ്ടെന്ന് പറയാം. പക്ഷേ അവരാരും എൻ്റെ ലൈഫിൽ ഇങ്ങനെ ലൈഫ് ലോങ് ആയിട്ട് കൂടെ ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഇല്ല. ചെറുപ്പം തൊട്ട് ഓരോ കാര്യങ്ങൾക്ക് ഏതൊക്കെയോ മനുഷ്യരെ സഹായിക്കുന്നു, അവരവരുടെ ജേണിയിൽ പോകുന്നു, അവരെന്നെ ബുദ്ധിമുട്ടിപ്പിക്കുന്നുമില്ല. ആൻഡ് ഞാൻ ആ ഒരു കാര്യത്തിൽ വളരെ റിച്ച് ആണെന്നാണ് ഞാൻ എനിക്ക് തോന്നുന്നു. എംപാത്തുകളെല്ലാം അങ്ങനെയാണെന്ന് തോന്നുന്നു. അവർ ചൂഷണം ചെയ്യപ്പെടുമെങ്കിലും അവരുടെ ലൈഫിലൊരു അവരുടെ ജേണി അങ്ങനെയാണെന്ന് തോന്നുന്നു. ആ ഒരു കറക്റ്റ് ടൈം ആകുമ്പോൾ ഒരാൾ വരുന്നു, ആ സമയം കഴിയുമ്പോൾ അവർ പോന്നു. അല്ലേ, എനിക്ക് തോന്നുന്നു അങ്ങനെ വെച്ച് നോക്കുമ്പോൾ അവരാണ് ഏറ്റവും കൂടുതൽ ബ്ലെസ്ഡ് ആയിട്ടുള്ള ആൾക്കാരെന്ന് തോന്നുന്നു എനിക്ക്. ഇത്രയൊക്കെ പറഞ്ഞാലും ലൈഫിൽ ആരോടെങ്കിലും ദേഷ്യമോ അല്ലെങ്കിൽ എന്നോട് അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു എന്നൊരു അങ്ങനെ എന്തെങ്കിലും ആരോടെങ്കിലും ഇപ്പം സൂക്ഷിക്കുന്നുണ്ടോ? അങ്ങനെ ഒരു റിവെഞ്ച് എന്ന് ഞാൻ പറയില്ല, ബട്ട് യു ഹാവ് ദാറ്റ് ഫീലിംഗ്. അങ്ങനെ ഒരു ഇമോഷൻ ഫീൽ ചെയ്യുന്ന ഒരുപാട് മുഖങ്ങൾ എൻ്റെ മനസ്സിലുണ്ട്. ഐ ഫോർഗിവ് എവ്രിവൺ. ഞാൻ അവരെന്നോട് ചെയ്തതൊക്കെ ഞാൻ ക്ഷമിച്ചു കൊടുത്തിട്ടുണ്ട്, പക്ഷെ ഞാനതൊന്നും മറന്നിട്ടില്ല. പക്ഷേ ഈ പറഞ്ഞ പോലെ റിവെഞ്ച് അങ്ങനെയൊന്നും എൻ്റെ മനസ്സിലില്ല. ഈ പറഞ്ഞില്ലേ, നമ്മുടെ ജേണിയിലാണ്. നാളെ ഞാനുണ്ടോ അവരുണ്ടോ എന്നൊന്നും നമുക്കറിയില്ല. സോ ഞാൻ ക്യാമ്പിൽ ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുന്ന ഒരു കഥയാണ്, ഒരു സന്യാസിയുടെ കഥ. സന്യാസിയും കുറച്ച് ശിഷ്യന്മാരും കൂടെ നടന്നു പോവുകയാണ്. അപ്പോൾ ഒരു പുഴ മുറിച്ച് കടന്നിട്ട് വേണം ഇവർക്ക് അപ്പുറത്തെത്താൻ വേണ്ടിയിട്ട്. ആ സമയത്ത് പ്രായമുള്ളൊരു സ്ത്രീ അവിടെ വന്നിട്ട് ഈ സന്യാസിമാരോട് എന്നെ ഈ പുഴ മുറിച്ച് കടക്കാൻ വേണ്ടി സഹായിക്കാമോ എന്ന് ചോദിക്കും. അപ്പോൾ ഇത് കേട്ടിട്ട് അതിൽ മുതിർന്ന ആൾ ഈ പ്രായമായ സ്ത്രീയെ തോളിലെടുത്തിട്ട് പുഴ മുറിച്ച് കടന്ന് സന്യാസിമാരും ശിഷ്യന്മാരും അവരുടെ വഴിക്കും ഈ പ്രായമായ സ്ത്രീ അവരുടെ വഴിക്കും യാത്ര തുടരും. അപ്പോൾ ഈ സന്യാസിയുടെ കൂടെയുള്ള ആളുകൾ ഈ സ്ത്രീയെ തോളിലെടുത്ത ആ സന്യാസിയെ കുറ്റം പറയും. നിങ്ങൾ എന്തുദ്ദേശിച്ചാണ് ആ സ്ത്രീയെ തോളിലെടുത്തത്? നിങ്ങൾക്ക് അവരെക്കുറിച്ച് എന്തെങ്കിലും അറിയോ? സന്യാസിമാർ സ്ത്രീകളെ തൊടാൻ പാടുണ്ടോ എന്നൊക്കെ. അപ്പോൾ അദ്ദേഹം അവരോട് പറഞ്ഞ മറുപടി, അവർ എൻ്റെ മുന്നിലേക്ക് വന്നു എന്നോടൊരു സഹായം ആവശ്യപ്പെട്ടു, ഞാൻ അവരെ തോളിലെടുത്തു, പുഴ മുറിച്ച് കടത്തി, അവരവരുടെ വഴിക്കും നമ്മളുടെ വഴിക്കും യാത്ര തുടരുന്നു. പക്ഷേ നിങ്ങളിപ്പോഴും ആ സ്ത്രീയെ തോളിൽ ചുമന്നുകൊണ്ട് നടക്കുകയാണെന്ന്. സോ ഇതാണ് ജനറലി സംഭവിക്കാറുള്ളത്. ഞാൻ ആ ഒരു ഭാരം എൻ്റെ തോളിൽ ചുമക്കുന്നില്ല, എനിക്കത് വേണ്ട. നമ്മൾ ഇപ്പം ഹേർട്ട്ഫുള്ളായിട്ടുള്ള ഇവൻറ്റ്സ് ഉണ്ടാവും, നമ്മളെ ഹേർട്ട് ചെയ്യുന്ന ആളുകളാണ്. ഇപ്പം ശ്രീരശ്മി ചോദിച്ച പോലെ നമ്മളെ ഹേർട്ട് ചെയ്യാൻ നമ്മൾ അനുവദിച്ചു കൊടുത്തിട്ടല്ലേ എന്നൊരു വളരെ പവർഫുള്ളായിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞു. പക്ഷേ എത്രത്തോളം അത് പ്രാക്ടിക്കലാണ്? എനിക്കൊക്കെ സത്യം പറഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ ഒരാൾ നമ്മളോട് പെരുമാറിയിട്ടില്ലെങ്കിൽ എനിക്ക് സത്യം പറഞ്ഞാൽ ഈ നെഞ്ചിന്ന് നേരത്തെ പറഞ്ഞില്ല ഒരു പെയിൻ വരുമെന്ന് അതുപോലെയൊക്കെ എനിക്ക് ചിലപ്പോൾ ഫീൽ ചെയ്യും. പക്ഷെ എങ്ങനെയാണ് അത് പ്രാക്ടിക്കലി എങ്ങനെയാണ് പോസിബിൾ ആക്കുന്നത്? ലൈക്ക് ഇപ്പം ഒരാൾ നമ്മളോട് മോശമായിട്ട് പെരുമാറുകയാണ്. ഇപ്പം എനിക്ക് വേണമെങ്കിൽ പറയാം, ചിലപ്പം അടുത്തിരിക്കുന്ന ആളുകൾ ചെയ്യുമ്പോഴാണ് നമുക്ക് കൂടുതൽ ഹേർട്ടാവുക. അപ്പോൾ സ്ട്രേഞ്ചേഴ്സ് ചെയ്താൽ നമുക്ക് അത്രയും ഫീൽ ആവില്ലായിരിക്കും. പക്ഷെ അപ്പോഴും നമ്മൾ പറയുകയാണ്, ഐ ഷുഡ് നോട്ട് അലൗ ദം ടു ഹേർട്ട് മീ എന്ന് പറയുമ്പോഴും ഹൗ ഡു യു മേക്ക് ഇറ്റ് പ്രാക്ടിക്കലി പോസിബിൾ? ലേൺ ഫ്രം ഇറ്റ്.
നമുക്ക് ഉണ്ടാവുന്ന ഓൾറെഡി നമുക്ക് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അതിൽ നിന്ന് പഠിക്കുക. ഇതിൽ ഭയങ്കര പ്രത്യേകിച്ച് ചിന്തിച്ച് കോംപ്ലിക്കേറ്റ് ആക്കി എനിക്ക് എന്തുകൊണ്ട് ഇത് പറ്റുന്നില്ല എന്നുള്ളതൊന്നും അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് തോന്നുന്നുണ്ട്. നമ്മൾ ഗ്രാജ്വലി പ്രിപ്പയർഡ് ആവും ഈ പറയുന്ന പോലെ നമ്മുടെ ലൈഫിൽ ബൗണ്ടറീസ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാൻ പറഞ്ഞില്ലേ, ഈ എംപത്തായിട്ടുള്ള ആളുകൾ, ഞാൻ ഇങ്ങനെയാണ് ഡിസ്ക്രൈബ് ചെയ്യുക, വലിയ മനസ്സുള്ളവരാ. എന്നോട് പണ്ട് ഒരു സൈക്കോളജിസ്റ്റ് ആയിട്ടുള്ള ഒരു ഫ്രണ്ടായിട്ടുള്ള കോൺവെർസേഷനിൽ അദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യമാണ്, ഈ സ്നേഹം കിട്ടാൻ ആഗ്രഹിക്കുന്നവരാണ് എംപത്തുകളായിട്ട് കൂടുതലും മാറുക. 100%. ആൻഡ് ഇവരുടെ ഉള്ളിൽ ഇങ്ങനെ വലിയൊരു ദ്വാരം ഉണ്ടാവും. അതൊരു ഇമാജിനേഷനാണ് കേട്ടോ. സ്നേഹം കൊണ്ട് നിറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വിള്ളൽ അവരുടെ മനസ്സിലുണ്ടാവുക. സോ ഇവരുടെ അടുത്തേക്ക് സ്നേഹവുമായി ആര് വന്നാലും ഇവരവരുടെ സ്നേഹം വാങ്ങി ഈ വിള്ളൽ നികത്താൻ ശ്രമിക്കും. പക്ഷേ ഇത് ട്രൂത്ത് ഈസ്, അത് ഒരിക്കലും അങ്ങനെ നികത്താൻ പറ്റുന്ന ഒരു കാര്യമല്ല. പക്ഷെ നമ്മളതിന് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. കിട്ടുന്ന സ്നേഹമൊക്കെ എടുത്ത് സൂക്ഷിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് പേഴ്സണലി നമ്മുടെ കുഴപ്പമാണ്. ഇത് റിയലൈസ് ചെയ്യുന്നൊരു പീരീഡിൽ നമ്മൾ ഇതിൽ നിന്ന് ഹീലാവാനും ഈ സിറ്റുവേഷൻ അക്സെപ്റ്റ് ചെയ്യാനും പഠിക്കും. അപ്പോൾ ഈ പറഞ്ഞ പോലെ നമുക്ക് കൃത്യമായിട്ട് ബൗണ്ടറി സെറ്റ് ചെയ്യാൻ പറ്റും. അതുവരെ നമ്മൾ ഇത് അനുഭവിച്ച് തന്നെ കടന്നു പോകണം. എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്, നമ്മൾ എത്രത്തോളം അതിനെ റെസിസ്റ്റ് ചെയ്തിട്ടില്ല, അങ്ങനെയല്ല എന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കും തോറും അതേ തരത്തിലുള്ള അനുഭവങ്ങൾ നമുക്ക് വന്നുകൊണ്ടേയിരിക്കും. ലൈഫ് നമ്മളെ അത് പഠിക്കുന്നത് വരെ എന്നാ നീ അനുഭവിക്കുക എന്ന് പറഞ്ഞ് അതേപോലത്തെ പാറ്റേൺസ് റിപ്പീറ്റഡ് ആവുന്നത് എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. എന്തെങ്കിലും ഒരു കാര്യം ലൈഫിൽ ഇപ്പം വിഷ് ഇറ്റ് വുഡ് ഹാവ് ബീൻ ഇഫ് ഐ കുഡ് ചേഞ്ച് ഇറ്റ് എന്ന് തോന്നിയിട്ടുണ്ടോ എപ്പോഴെങ്കിലും? എനിത്തിങ് അങ്ങനെ സ്പെസിഫിക്കായിട്ട് പറയാനായിട്ടൊന്നുമില്ല. പക്ഷേ ആളുകൾ കുറച്ചുകൂടെ കൈൻഡ് ആവണം എന്ന് തോന്നിയിട്ടുണ്ട്. ആൻഡ് എനിക്കതിലേക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റിയിരുന്നെങ്കിലെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. ബിക്കോസ് എനിക്ക് ഇപ്പോൾ കറൻ്റ്ലി ആണെങ്കിലും ചുറ്റും നടക്കുന്ന കാര്യങ്ങളൊക്കെ എൻ്റെ മെൻ്റൽ സ്റ്റേറ്റിനെ വളരെയധികം എഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഈവൻ ദ വാർ ഹാപ്പനിങ് ഇൻ പലസ്തീൻ, ലെബനൻ, സിറിയ. എന്തുകൊണ്ടാണ് ഇവർക്ക് ഇങ്ങനെ ഹേർട്ട് ചെയ്യാൻ പറ്റുന്നത് മറ്റുള്ളവരെ? ആ ഒരു തോട്ട് എവിടെ, ഈ ഇന്ത്യയിലാണെങ്കിലും കേരളത്തിലാണെങ്കിലും നമ്മുടെ തൊട്ടപ്പുറത്താണെങ്കിലും ഇങ്ങനെയുള്ള ഇൻസിഡൻറ്റുകൾ സംഭവിക്കുമ്പോൾ ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഹേർട്ട് ചെയ്യുന്ന കാണുമ്പോൾ ഭയങ്കര ഒരു പെയിനാണ് ഉള്ളിൻ്റെ ഉള്ളിൽ. ആൻഡ് കുറച്ചും കൂടെ ഒരു ബെറ്റർ പ്ലേസ് ഉണ്ടാവണം. മേ ബി ഇപ്പോൾ ഈ കൂട്ടെന്ന് പറയുന്നത് ഞാൻ ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ ലോകം ഇങ്ങനെ ആയിരുന്നെങ്കിലെന്ന് എൻ്റെ പേഴ്സ്പെക്റ്റീവിൽ ചിന്തിക്കുന്ന ഒരു ഐഡിയ വെച്ചിട്ട് ഞാൻ ക്രിയേറ്റ് ചെയ്തതാണ്. സോ ഈ പറഞ്ഞ പോലെ ആളുകൾ കുറച്ചുകൂടെ കൈൻഡ് ആൻഡ് ജെനുവിൻ ആവാൻ എനിക്ക് എന്തെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റിയിരുന്നെങ്കിലെന്നാണ് ഞാൻ എപ്പോഴും ചിന്തിക്കാറുള്ളത്. ആൻഡ് എപ്പോഴും ആളുകൾ പറയുമല്ലോ, ഇപ്പോൾ നീ ചിന്തിക്കുന്നതുകൊണ്ട് ഇവിടെ പ്രത്യേകിച്ച്, ഒരാൾ ചിന്തിക്കുന്നതുകൊണ്ട് ഇവിടെ പ്രത്യേകിച്ച് മാറ്റമൊന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്നുള്ളത്. പക്ഷേ ഞാൻ ചിന്തിക്കുന്ന അറ്റ്ലീസ്റ്റ് എനിക്ക് ഒരാളുടെ ചിന്താഗതിയെ തിരുത്താനും അയാളൊരു ബെറ്റർ പേഴ്സൺ ആക്കാനും പറ്റിയാൽ ഞാനിവിടെ ജീവിച്ചിരുന്നതിൽ ഒരു അർത്ഥം ഉണ്ടെന്നാണ്. എനിക്ക് ഫീൽ ചെയ്യുന്നത് എന്താണെന്ന് പറഞ്ഞാൽ, എല്ലാവർക്കും ഒന്നും ഇങ്ങനെ ചിന്തിക്കാൻ പറ്റില്ല. ആൻഡ് ഐ എം സോ ഹാപ്പി, ജെനുവിൻലി ഞാൻ പറയാണ്, ഐ എം സോ ഹാപ്പി ദാറ്റ് ഐ കുഡ് മീറ്റ് എ ബീയിങ് ലൈക്ക് യു. കാരണം ഇപ്പം പോലും എനിക്കറിയാം, ഇത്രയുമൊക്കെ നമ്മൾ നല്ലത് ചെയ്യണമെന്ന് വിചാരിക്കുമ്പോൾ പോലും യു മൈറ്റ് കല്ലെറിയുന്ന ആളുകൾ ഇപ്പോഴും ഉണ്ടാവും. ഞാനൊരിക്കലും ഇപ്പം ഇവിടെ ഇത് കേൾക്കുന്ന എല്ലാവർക്കും ചിലപ്പോൾ തോന്നും, അയ്യോ ഷീസ് ഡൂയിങ് സംതിങ് റിയലി ഗുഡ്. പക്ഷെ എനിക്കറിയാം കല്ലെറിയുന്ന ആളുകൾ ഇപ്പോഴും ഉണ്ടാവും. അവരോട് എന്താ പറയാനുള്ളത്? ആരോടും പ്രത്യേകിച്ച് അങ്ങനെ ഒന്നും പറയാനില്ല. ബിക്കോസ് നമ്മുടെ സൊസൈറ്റി ഇങ്ങനെയാണ് ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. അതിൽ കുറേ ആളുകൾ ഈ മറ്റുള്ളവരെ ഉപദ്രവിക്കുന്നതിലും ഹേർട്ട് ചെയ്യുന്നതിലും സന്തോഷം കണ്ടെത്തുന്നുണ്ടാവും. കുറേ പേര് അവരവർ ചെയ്യുന്ന കാര്യത്തിൽ സമാധാനമായിട്ട് മുന്നോട്ട് പോകുന്നവരുണ്ടാവും. ഞാൻ പറഞ്ഞില്ല, എൻ്റെ ഇൻറ്റൻഷൻ ക്ലിയർ ആണ്. സോ എനിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും അത് ഞാൻ മുന്നോട്ട് ചെയ്തുകൊണ്ടിരിക്കും. നമ്മൾ പണ്ട് കേട്ടിട്ടില്ലേ, ഒരു മാവിൽ ഇത്ര മാങ്ങ ഉണ്ടാവുന്നുണ്ടെങ്കിൽ അതിലെല്ലാം നമുക്ക് കഴിക്കാൻ പറ്റുന്നതാവണമെന്നില്ല, ചിലത് കേടുവന്നതുണ്ടാവും. അപ്പം അതിനെ മാറ്റി വെക്കുക എന്നുള്ളതേ ഉള്ളൂ. സോ എൻ്റെ ഇൻറ്റൻഷൻ ക്ലിയർ ആയതുകൊണ്ട് ഞാൻ അതുമായിട്ട്
മുന്നോട്ട് പോകുന്നു. സംടൈംസ് എന്നെ ബാക്കിയുള്ളവർ പറയുന്നത് ഹേർട്ട് ചെയ്യാറുണ്ട്. പക്ഷേ എൻ്റെ മാർഗം, അതായത് എൻ്റെ വഴിയിലേക്ക് ഇതൊന്നും കടന്നു വരുന്നില്ല എന്നുള്ളതാണ്. സോ അതൊരു കോൺഷ്യസ് ചോയ്സ് ആണ് അല്ലേ? യെസ്. ഇപ്പോൾ ഈ ഒരു നിലയിലെത്തി നിൽക്കുമ്പോൾ ഇപ്പോൾ എങ്ങനെയാണ് ഫാമിലീൻ്റെ റെസ്പോൺസ്, അല്ലെങ്കിൽ പണ്ട് ഹേർട്ട് ചെയ്തിട്ടുള്ളവരുടെ റെസ്പോൺസ്, അതിനൊരു ചേഞ്ച് ഉണ്ടോ? ഐ ഡോണ്ട് നോ, അങ്ങനെയൊന്നും ചേഞ്ച് ആയിട്ടില്ല എന്ന് ഫീൽ ചെയ്യുന്നുണ്ട്. സി, ഐ ലവ് എവ്രി വൺ. അങ്ങനെയല്ല, പലപ്പോഴും നമ്മൾ ഒരു ദുരിതത്തിൽ പെട്ടു പോകുമ്പോൾ എല്ലാവരും നമ്മളെ ഉപേക്ഷിച്ച് പോകും. പക്ഷേ വെൻ ദേ ഫീൽ ദാറ്റ് വി ആർ ബിക്കമിങ് സ്റ്റേബിൾ, ഓക്കെ, ദേ ടെൻഡ് ടു കം ബാക്ക്. അപ്പം അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഇല്ല, എനിക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല. അങ്ങനെ ആരും തിരിച്ചു വന്നിട്ടൊന്നുമില്ല. ഇനി വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ആരെയും എടുത്തിട്ടില്ല. ഇറ്റ്സ് എ വെരി കോംപ്ലിക്കേറ്റഡ് ക്വസ്റ്റ്യൻ ഫോർ മീ നൗ. ഇപ്പോൾ എനിക്ക് അതിനെക്കുറിച്ചിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടില്ല. സോ അതുകൊണ്ട് എനിക്ക് അതിനെക്കുറിച്ച് കൃത്യമായിട്ട് മറുപടി പറയാൻ അറിയില്ല. പൊതുവേ നമ്മൾ വിഷമഘട്ടങ്ങൾ വരുമ്പോൾ ചിലവർ ദൈവത്തിനെ പ്രാർത്ഥിക്കും, ചിലർ മെഡിറ്റേഷൻ ആക്ടിവിറ്റിയോ അങ്ങനെ എന്തെങ്കിലും ചെയ്യും. സോ എവറിബഡി വിൽ ഹാവ് ദെയർ ഓൺ വേ ഓഫ് ഡിഫെൻഡിങ് ഇറ്റ് അല്ലെങ്കിൽ ഫേസിങ് ഇറ്റ്. സോ വാട്ട് ഈസ് യുവർ വേ? ലൈക്ക് ഡു യു ബിലീവ് ഇൻ ഗോഡ്? ഓർ എന്താ, മെഡിറ്റേഷൻ ചെയ്യാറുണ്ടോ, യോഗ ചെയ്യാറുണ്ടോ? ഞാൻ കരയും, ഞാൻ ഇരുന്ന് പൊട്ടിക്കരയും. എൻ്റെ റിലീഫ് കരയുന്നതാണ്. അപ്പം എനിക്ക് തലയ്ക്കകത്ത് മറ്റേ വെളിച്ചം വരും എന്നൊക്കെ പറയുന്ന പോലെ കുറച്ച് ബോധം ഉണ്ടാവും. സി, ഇമോഷൻസ് കെട്ടിക്കിടക്കുന്നതാണ് നമ്മുടെ പ്രശ്നം. ഞാനൊരു ദൈവവിശ്വാസിയൊന്നുമല്ല, പക്ഷെ ഞാൻ ആരുടെയും വിശ്വാസത്തിന് എതിര് നിൽക്കുന്നില്ല. പക്ഷേ അതുമായി ബന്ധപ്പെട്ട് ഇവർ മനുഷ്യരെ ഡിവൈഡ് ചെയ്ത് നിർത്തുന്നതിന് ഞാൻ എഗെയിൻസ്റ്റാണ്. പക്ഷെ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, ഞാൻ കാൾ മാർക്സ് പറഞ്ഞതാണോ ഞാൻ കൃത്യമായിട്ട് ഓർക്കുന്നില്ല, മർദ്ദിതരായ വിഭാഗത്തിൻ്റെ പ്രതീക്ഷയാണ് ദൈവമെന്ന സങ്കല്പം എന്നതുപോലെ എവിടെയോ ഞാൻ വായിച്ചിട്ടുണ്ട്. അതായത് ചൂഷണം ചെയ്യപ്പെടുന്ന മനുഷ്യർ അല്ലെങ്കിൽ മോശം അവസ്ഥകളിലൂടെ പോകുന്ന മനുഷ്യർ, അവരെ ആരോ സഹായിക്കാനും രക്ഷിക്കാനും വരുമെന്ന് കരുതി ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു സങ്കല്പമാണ് ഈ ദൈവം എന്ന് പറയുന്നത്. അതാണ് ഇവർ ആ സങ്കല്പത്തിനോട് ഇങ്ങനെ എപ്പോഴും ഓരോ കാര്യങ്ങൾ ആവശ്യപ്പെടുന്നത്. എൻ്റെ കുടുംബത്തെ രക്ഷിക്കണേ, എൻ്റെ മോന് ജോലി കിട്ടണേ, എൻ്റെ മോളുടെ കല്യാണം നടക്കണേ, അല്ലെങ്കിൽ എൻ്റെ അസുഖം മാറ്റിത്തരണേ എന്ന് ഏതോ ഒരു പ്രതീക്ഷ അവരുണ്ടാക്കിയെടുത്തേക്കാണ്. പക്ഷെ ഞാനതിൽ കണ്ട എൻ്റെ ഒരു പെർസ്പെക്ഷനിൽ എനിക്ക് ഫീൽ ചെയ്തത്, അവരും ആരോടൊക്കെയോ സംസാരിക്കുകയാണ്. ചിലപ്പോൾ ആ വീടിനുള്ളിൽ തന്നെ ഉള്ള മറ്റൊരാളോട് ഇവർക്ക് ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. ഒരു സങ്കല്പം ഉണ്ടാക്കിയിട്ട് ഇവരുടെ മനസ്സിലുള്ള ഇമോഷൻസ് അവിടെ കൊണ്ടുവന്ന് ഡംപ് ചെയ്യാണ്, അല്ലെങ്കിൽ അതിന് വെൻഡ് ഔട്ട് ചെയ്യാണ്. ചില അമ്മമാരൊക്കെ വിളക്ക് കത്തിച്ച് വെച്ചിട്ട് അതിന് മുമ്പിലിരുന്ന് കരയുന്ന കാണാം. സി, അവരുടെ വിഷമങ്ങൾ വെൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സ്പേസ് ഉണ്ടാക്കി. ഞാനിപ്പോൾ അതിനെ അങ്ങനെയാണ്. മുമ്പ് എനിക്കിതൊക്കെ കാണുമ്പോൾ ഭയങ്കര പരിഹസിക്കാനൊക്കെ തോന്നിയിട്ടുണ്ട്. പക്ഷെ ഇപ്പം ഞാൻ അങ്ങനെയാണ് കാണുന്നത്. അവർക്ക് ഇതിനെക്കുറിച്ച് അറിയില്ല. ഒരാളോട് സംസാരിക്കണമെന്നോ അല്ലെങ്കിൽ ഇതൊക്കെ നമ്മുടെ ഇമോഷൻസാണ്, ഇതൊക്കെ ഉള്ളിലിങ്ങനെ കെട്ടിക്കിടക്കുന്നുണ്ട്, നമ്മൾ സ്ട്രഗിൾ ചെയ്യുന്ന, അതൊന്നും തിരിച്ചറിയാൻ പറ്റുന്നില്ലല്ലോ. അവർ അവെയർ അല്ല ഇതിനെക്കുറിച്ച്. സോ എന്നെ സംബന്ധിച്ച് എനിക്ക് അങ്ങനെ ഒരു ഓപ്ഷൻ, അങ്ങനെ ഒരു സങ്കല്പത്തിനോട് ആവശ്യപ്പെടണമെന്ന് തോന്നിയിട്ടില്ല. പക്ഷേ ഞാൻ കുറേ നേരം ഇരുന്ന് കരയും. കരഞ്ഞു കഴിയുമ്പോൾ എനിക്കൊരാശ്വാസം ഉണ്ടാവും, എൻ്റെ മൈൻഡ് കുറച്ചുകൂടെ ക്ലിയർ ആവും. കരയുന്നത് ഭയങ്കര വീക്ക് ആളുകളുടെ അങ്ങനെയാണ് സമൂഹം അങ്ങനെയാണ് പറയുന്നത്. പക്ഷെ ഞാൻ എല്ലാവരോടും സജസ്റ്റ് ചെയ്യുന്നത്, നിങ്ങൾക്ക് കരയാൻ തോന്നുകയാണെങ്കിൽ കരയാൻ പറ്റാത്ത മനുഷ്യരെയാണ് നമ്മൾ സൂക്ഷിക്കേണ്ടത്. നമ്മളിപ്പോൾ ഒരാളുടെ അടുത്ത് പോയിട്ട് നമ്മൾ കരയുമ്പോൾ പോലും അവരെന്താ നമ്മളോട് പറയാ, കരയല്ലേ എന്നാ പറയാ, അല്ലേ? യെസ്. ഞാൻ പക്ഷേ ഇമോഷണലി തകർന്നിരിക്കുന്ന ഒരു മനുഷ്യൻ എന്നോട് വന്നാൽ ഞാൻ സജസ്റ്റ് ചെയ്യുന്നത്, നീ വേണമെങ്കിൽ ഒന്ന് കരഞ്ഞോ, എത്ര നേരം വേണമെങ്കിലും. എനിക്ക് അങ്ങനെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് ഉണ്ടായത് കോളേജിൽ പഠിക്കുമ്പോൾ, ഞാൻ മഹാരാജാസിലാണ് പഠിച്ചത്. അവിടെ ജീവനി എന്ന് പറഞ്ഞിട്ട് ഒരു കൗൺസിലിംഗ് ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്. അവിടെ അനില എന്ന് പറഞ്ഞിട്ടൊരു ചേച്ചി, ഞാൻ എൻ്റെ ലൈഫിൻ്റെ ഭയങ്കര, എനിക്കൊരു സെക്ഷൽ അബ്യൂസൊക്കെ ഉണ്ടായി. ഞാൻ അതിൽ വളരെ
മോശപ്പെട്ട ഒരു മെൻ്റൽ സ്റ്റേറ്റിലൂടെ കടന്നു പോവുകയാണ് ഞാൻ. എൻ്റെ ക്ലാസ് റൂമിൽ ഇരിക്കുമ്പോൾ ഞാൻ ബാക്ക് ബെഞ്ചിലിരുന്ന് കരയുകയാണ്. ടീച്ചർ എന്നെ ശ്രദ്ധിക്കുന്നുണ്ട്, പക്ഷെ എന്നോടൊന്നും ചോദിക്കുന്നില്ല. അപ്പോൾ എനിക്ക് മനസ്സിലായി ആൾ എന്നോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് പുറത്ത് പോകാനുള്ളൊരു അനുവാദം കിട്ടിയ പോലെ ഫീൽ ചെയ്തിട്ട് ഞാൻ കരഞ്ഞുകൊണ്ട് ആ ക്ലാസ് റൂമിൽ നിന്ന് ഇറങ്ങി ഓടുക. ഈ ഇറങ്ങി ഓടുമ്പോൾ എങ്ങോട്ടാണ് ഓടിക്കയറേണ്ടതെന്ന് എൻ്റെ മനസ്സിലുണ്ട്. ആരോടാണ് ഞാനൊന്ന് പോയിട്ട് പറയുക? അപ്പം എൻ്റെ മുന്നിൽ വന്ന ഓപ്ഷൻ ഈ കൗൺസിലിംഗ് ഡിപ്പാർട്ട്മെൻറ്റാണ്. ഞാൻ ഓടി ആ മുറിക്കകത്ത് ചെന്ന് കയറി. അവിടെ ഒരു ചേച്ചി ഇരിക്കുന്നുണ്ട്. ചേച്ചി എന്നോട് ഇരിക്കാൻ പറഞ്ഞിട്ട് എന്തു പറ്റി എന്നിങ്ങനെ ചോദിച്ചു. എനിക്ക് എവിടെ നിന്ന് തുടങ്ങണം, എന്ത് പറയണം എന്നൊന്നും അറിയില്ല. ഓക്കെ, നിനക്ക് കരയാനാണോ തോന്നുന്നത്? കരഞ്ഞോ, കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് ആൾ എൻ്റെ മുമ്പിലിരുന്ന ആളുടെ വർക്കുകളും കാര്യങ്ങളും ചെയ്യാണ്. ഞാൻ അറൗണ്ട് 1.5 hours ആ മുറിയിലിരുന്ന് കരഞ്ഞിട്ടുണ്ട്. അന്ന് എനിക്ക് കിട്ടിയ ആ ഒരു സ്പേസ്, കാരണം അവരപ്പോൾ എന്നെ അതിന് അലോ ചെയ്തില്ലായിരുന്നെങ്കിൽ ഞാൻ ഭയങ്കര മോശപ്പെട്ട ഒരു സിറ്റുവേഷനിലൂടെ പോയേനെ. സോ ഐ നോ ഹൗ ഇമ്പോർട്ടൻ്റ് ഇറ്റ് ഈസ്. കരയാനായിട്ട് നമുക്ക് പറ്റുക എന്നല്ലെങ്കിൽ അതിന് നമുക്കൊരു സ്പേസ് കിട്ടുക എന്ന് പറയുന്നത്. യെസ്, എനിക്ക് തോന്നുന്നു കൂട്ടിലും ക്യാമ്പിങ്ങിലും ഇത് പറയുന്നുണ്ടെന്നല്ലേ ഇതിൻ്റെ ഇമ്പോർട്ടൻസ്. യെസ്, ജനറലി ഞാനും ഇപ്പം ചില സമയത്ത് ഇങ്ങനെ ആലോചിക്കും, ആരോടെങ്കിലും ഒന്ന് പോയി കരയുമ്പോഴായിരിക്കും അവർ കരയല്ലേ എന്ന് പറയുന്നത്. അപ്പം നമ്മൾ വീണ്ടും ആ ഇമോഷൻസ് കംപ്ലീറ്റ് ഉള്ളിലേക്ക് അടക്കി വെക്കുക. എനിക്ക് തോന്നുന്നു ഇതൊക്കെ തന്നെ ആയിരിക്കും കൂടുതലും പല രോഗങ്ങളുടെയും കാരണം എന്ന് തോന്നുന്നു എനിക്ക്. അപ്പം ഐ തിങ്ക് അതൊരു വലിയ പോയിൻ്റാണ് പറഞ്ഞത്. നോട്ട് എവറി പീപ്പിൾ ഇൻ ദ സൊസൈറ്റി വിൽ ആസ്ക് യു ടു ക്രൈ. എല്ലാവരും സന്തോഷമായിട്ടിരിക്കൂ എന്ന് എപ്പോഴും പറയുള്ളൂ. പിന്നെ എത്രത്തോളം അത് പ്രാക്ടിക്കലി പോസിബിൾ ആണെന്ന് അവർ ചിന്തിക്കുന്നില്ല. ഏതെങ്കിലും ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടോ, ലൈക്ക് മനസ്സിൽ തങ്ങി നിൽക്കുന്ന ക്യാമ്പിംഗ് സൈറ്റിൽ നിന്ന്? ഐ മീൻ സംബഡീസ് ലൈഫ് ഹാസ് ബീൻ കംപ്ലീറ്റ്ലി ട്രാൻസ്ഫോംഡ്. പേരെടുക്കൊന്നും വേണ്ട, ബട്ട് സ്റ്റിൽ എന്തെങ്കിലും നമുക്ക് ഒരുപാട് ആളുകളുടെ ലൈഫ് കാണുമ്പോൾ മനസ്സിൽ തങ്ങി നിൽക്കുന്ന എന്തെങ്കിലും കുറച്ച് അനുഭവങ്ങൾ ഉണ്ടാവില്ലേ? ക്യാമ്പിൽ വന്നിട്ടുള്ളവരുടെ അനുഭവമാണ്. അതെ അതെ, സംതിങ് ദാറ്റ് ടച്ച്ഡ് യു. ഐ മീൻ അങ്ങനെ കുറേ അനുഭവങ്ങളുണ്ട്. എന്നാലും ഐ ഡോണ്ട് നോ. നമ്മുടെ ഫസ്റ്റ് ക്യാമ്പിൽ ഒരു പയ്യൻ വന്നു. ആള് ഓർത്തോപീഡിക്കലി ചലഞ്ച്ഡ് ആണ്. അത്യാവശ്യം ബുദ്ധിമുട്ടുള്ളൊരു ലൈഫാണ് ആൾ പോയിക്കൊണ്ടിരുന്നത്. അന്ന് ഇവൻ ക്യാമ്പിൽ വന്നിട്ട് എനിക്ക് മരിക്കാൻ തോന്നുന്നു എന്നാണ്. അവൻ്റെ ബോഡിയിൽ വളരെ ഇൻസെക്യൂറാണ്. അവൻ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. മറ്റുള്ളവർ അവനായിട്ട് തന്നെ ഉൾക്കൊള്ളുന്നില്ല. അവൻ്റെ ഒരു ശാരീരികമായിട്ടുള്ള അവസ്ഥകൾ കണ്ടിട്ട് ആളുകൾ അവനെ ഭയങ്കര കൈൻഡായിട്ട് ട്രീറ്റ് ചെയ്യുന്നതും അവന് ആവശ്യമില്ല. അവനെ ഞങ്ങൾ എടുക്കണോ, ഇരുത്തണോ, ഭക്ഷണം എടുത്ത് തരണോ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നതും അവന് കംഫർട്ടബിൾ അല്ല. എല്ലാവരെയും പോലെ ട്രീറ്റ് ചെയ്യാനാണ് അവൻ ആവശ്യപ്പെടുക. പക്ഷെ നമ്മുടെ അടുത്ത് വന്ന സമയത്ത് ഇവൻ വളരെ മോശപ്പെട്ട അവസ്ഥയിലാണ്. ഞാൻ ക്യാമ്പിന് വന്നിരുന്നിട്ട് എപ്പോഴും ഇത് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും ഭയങ്കര എൻ്റർടൈൻഡ് ആയിട്ടിരിക്കുമ്പോഴും ആൾ ഭയങ്കര ഡെസ്പായിരിക്കും. ക്യാമ്പ് കഴിഞ്ഞ് എല്ലാവരും ഫീഡ്ബാക്ക് പറയുന്ന സമയത്ത്, ഇത് ഫസ്റ്റ് ക്യാമ്പാണ് കൂട്ടിൻ്റെ, എല്ലാവരും നല്ല ഫീഡ്ബാക്കൊക്കെ പറഞ്ഞു. ഇവൻ നമ്മുടെ അടുത്ത് പറഞ്ഞത്, എനിക്ക് പ്രത്യേകിച്ചൊന്നും ഫീൽ ചെയ്യുന്നൊന്നുമില്ല, എനിക്ക് മരിക്കാൻ തന്നെയാണ് തോന്നുന്നതിന്. എല്ലാവരും ഒരിക്കൽ പറഞ്ഞിട്ട് അവൻ പോയി. അപ്പോൾ അത് നമുക്കും ഭയങ്കര ഡെസ്പായി. പക്ഷെ നമ്മളിങ്ങനെ അവനെ ഫോളോ അപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. ആൾ പെട്ടെന്ന് ദേഷ്യപ്പെടും. നമ്മൾ അവനോട് എത്ര കൈൻഡറായിട്ട് നിന്നാലും ആൾ ഒന്നും റിസീവ് ചെയ്യില്ല. നമ്മളെ ഹേർട്ട് ചെയ്തുകൊണ്ടേയിരിക്കുമായിരുന്നു. പിന്നെ അവൻ്റെ ലൈഫിൽ പെട്ടെന്ന് അവൻ്റെ അച്ഛൻ മരിക്കുന്ന ഒരു സിറ്റുവേഷനൊക്കെ ഉണ്ടായി. അപ്പോഴും എന്നെ അവൻ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങളൊക്കെ കാരണമാണ് എൻ്റെ അച്ഛൻ മരിച്ചതെന്നൊക്കെ. അപ്പം ഞാൻ ആലോചിച്ചു, എനിക്കിതിലൊരു റോളും ഇല്ല, എന്താണ് ഇവൻ ഇങ്ങനെ അപ്പോൾ ബാക്കി ഞാനതിൽ ഹേർട്ടായപ്പോൾ എൻ്റെ കൂട്ടുകാരെന്നോട് വന്നിട്ട് പറഞ്ഞു, അവനെ ബ്ലെയിം ചെയ്യുന്നില്ലല്ലോ. അവനെ ബ്ലെയിം ചെയ്യാൻ തുടങ്ങിയാൽ, അതായത് അവൻ ഇതിലൊന്നും ചെയ്യാൻ, ദിസ് ഈസ് എ പേഴ്സണൽ സ്റ്റഫ് ഐ എം സെയിങ്, ഓക്കെ, അവനെ തന്നെ ബ്ലെയിം ചെയ്തിരുന്നെങ്കിൽ ഒരുപക്ഷെ സിറ്റുവേഷൻ കുറച്ചും കൂടെ
വേസ്റ്റ് ആയേനെ. ഇത് ആരെങ്കിലും അടുത്ത് ഇവനിത് ആരെങ്കിലും ആണെന്നിങ്ങനെ പറയുമ്പോൾ അവനെ തന്നെ കാം ചെയ്യാൻ ശ്രമിക്കുകയാണെന്ന് ഇങ്ങനെ പറഞ്ഞു. പിന്നെ ഇവനിങ്ങനെ ഞങ്ങൾ പറയുന്നു, എനിക്ക് എന്തെങ്കിലും പഠിക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടോ, എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ താല്പര്യമുണ്ടോ. അന്നൊന്നും ഇവനൊന്നിനും ഇൻട്രസ്റ്റ് കാണിച്ചിരുന്നില്ല. ഒരു ദിവസം നമ്മുടെ 16ാമത്തെ ക്യാമ്പ് നടക്കുന്ന സമയത്ത് ഇവൻ എന്നെ കോണ്ടാക്ട് ചെയ്തിട്ട് എനിക്ക് ക്യാമ്പിന് വരണം എന്ന് പറഞ്ഞു. അന്ന് ആൾ വളരെ ഹാപ്പി ആയിരുന്നു. ക്യാമ്പിന് വന്നിട്ട് എല്ലാവരോടും എൻഗേജ്ഡ് ആവുന്നുണ്ട്, എല്ലാം ലീഡ് ചെയ്ത് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. എന്നിട്ട് ക്യാമ്പ് നടക്കുന്നതിൻ്റെ ഇടയിൽ അവൻ എന്നോട് വന്നിട്ട് പറഞ്ഞു, ഞാൻ നിങ്ങളോട് ദേഷ്യപ്പെടുന്നതും അല്ലെങ്കിൽ നിങ്ങൾ ഹേർട്ട് ചെയ്ത് സംസാരിക്കുന്നതും ഒക്കെ നിങ്ങളെനിക്ക് അത്രയും കംഫർട്ടബിളായ മനുഷ്യരായതുകൊണ്ടാണെന്ന് പറഞ്ഞു. ഞാൻ ഏതവസ്ഥയിൽ നിന്നാണ് അങ്ങനെ സംസാരിക്കുന്നതെന്ന് ഈ ലോകത്ത് മനസ്സിലാക്കാൻ കഴിയുന്നത് നിങ്ങൾക്ക് മാത്രമാണെന്ന് എനിക്ക് ബോധ്യപ്പെട്ടതുകൊണ്ടാണ് ഞാൻ ആ സ്പേസിൽ ഇങ്ങനെ ബിഹേവ് ചെയ്യുന്നത്, എന്നോടൊന്നും തോന്നരുത് എന്നവൻ ആവശ്യപ്പെട്ടു. ആ 16ാമത്തെ ക്യാമ്പിൻ്റെ ഫീഡ്ബാക്ക് പറയുമ്പോൾ അവൻ അവിടെ വെച്ച് എന്നെ താങ്ക് ചെയ്തു. ലൈക്ക് അവനിപ്പം മഹാരാജാസിൽ ഞാൻ പഠിച്ച അതേ സബ്ജക്റ്റിൽ പഠിക്കാൻ കയറി. എന്നെ സംബന്ധിച്ച് എനിക്ക് ഭയങ്കര സന്തോഷം തന്നിട്ടുള്ളൊരു കാര്യമാണത്. അവൻ്റെ ലൈഫ് റീഗെയിൻ ചെയ്യാൻ ശ്രമിക്കുന്നു എന്നുള്ളതും അവനെ അക്സെപ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നു എന്നുള്ളതും. ഇപ്പോൾ 1ാമത്തെ ക്യാമ്പിൽ എനിക്ക് ജീവിക്കണ്ട, എനിക്ക് മരിക്കണം എന്ന് പറഞ്ഞൊരു വ്യക്തിയാണ്. ആൻഡ് സംഹൗ എനിക്ക് എൻ്റെ ലൈഫിൽ ഒരു അവാർഡ് കിട്ടുന്ന ഫീലാണത്. ഏതൊരു അവാർഡിനേക്കാളും വലിയൊരു അവാർഡ്. അതാണ് ഞാൻ ആദ്യം ചോദിച്ചത്. അതാണ് മറ്റൊരാളുടെ ലൈഫ് നമ്മൾ ടച്ച് ചെയ്യുമ്പോൾ അറിയാതെയോ അറിഞ്ഞോ ഉണ്ടാവുന്ന ഒരു ഫുൾഫിൽമെൻ്റ് എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ലല്ലോ. അപ്പോൾ അതാണ് ഞാൻ ഏറ്റവും ഫസ്റ്റ് ചോദിച്ചത്, ആർ യു ഫുൾഫിൽഡ് അല്ലെങ്കിൽ കണ്ടൻറ്റഡ് ആണോ എന്ന് ഞാൻ ചോദിച്ചത് അതുകൊണ്ടാണ്. ഇപ്പോഴും ആൾ ഹാപ്പി ആയിട്ടിരിക്കുന്നു. ഓക്കെയാണ് അവൻ. വേറൊരാൾ ഇതുപോലെ തൃശ്ശൂർ ഉള്ള ഒരാളാണ്. അവൻ വളരെ ഇൻസെക്യൂർഡായിട്ട് ജീവിക്കുന്ന അല്ലെങ്കിൽ വീടിൻ്റെ ഉള്ളിൽ ഒതുങ്ങിപ്പോയിട്ടുള്ള ഒരാളായിരുന്നു. അവൻ്റെ ലൈഫിൽ തൃശ്ശൂർ ജില്ല വിട്ടിട്ട് ആദ്യമായിട്ട് പുറത്തേക്ക് എനിക്ക് ഒറ്റയ്ക്ക് യാത്ര ചെയ്യണമെന്ന് തീരുമാനിക്കുക. അതിനവൻ ചൂസ് ചെയ്തത് കൂട്ടിൻ്റെ ക്യാമ്പാണ്. അവിടെ വന്നപ്പോഴും ആൾ വളരെ ഇൻസെക്യൂർ ആയിട്ടാണ്, ആരുടെയും കൂട്ടത്തിൽ പോയി മിണ്ടുന്നില്ല, അങ്ങനെയൊക്കെ ആയിരുന്നു. നമുക്കൊരു സെഷനുണ്ട്, അതായത് എല്ലാവരും അവരുടെ ലൈഫ് എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്നൊരു സെഷൻ. അവിടെ ഇങ്ങനെ ഇരിക്കുമ്പോൾ നമ്മൾ ഇവനെ സംസാരിക്കാൻ വേണ്ടി വിളിച്ചു. വളരെ ഹ്യൂമർ സെൻസ് ഉള്ള ഒരാൾ. ആളുടെ ലൈഫിനെ കുറിച്ചും ആളുടെ സ്ട്രഗിളിനെ കുറിച്ചൊക്കെയാണ് പറയുന്നത്. പക്ഷേ മറ്റുള്ളവർ ഭയങ്കര രസിപ്പിച്ചിട്ടാണ് പറയുന്നത്. എല്ലാവരും കൈയടിക്കുന്നു, ചിരിക്കുന്നു. എറൗണ്ട് ഒരു 45 മിനിറ്റ്സ് അവൻ സംസാരിച്ചു. ആൻഡ് അത് കഴിയുമ്പോൾ ആ ഹാളിൽ, അന്നത്തെ ക്യാമ്പിൽ 60 പേരെന്തോ ഉണ്ട്. ആ ഹാളിലിരുന്ന് എല്ലാവരും എണീറ്റ് നിന്ന് കൈയടിക്കുകയാണ് ചെയ്തത്. അവിടുന്ന് അവൻ്റെ ലൈഫിൻ്റെ ടേണിംഗ് പോയിൻ്റ് ആയിരുന്നു അത്. ബിക്കോസ് അത്രയും നാൾ അവനൊരു സ്ഥലത്ത് കുടുങ്ങി കിടക്കുകയായിരുന്നു. അവനെ മനസ്സിലാക്കാത്ത അല്ലെങ്കിൽ അവനെ അക്സെപ്റ്റ് ചെയ്യാത്തൊരു സ്ഥലത്ത് ട്രാപ്പ് ചെയ്യപ്പെട്ട് കിടക്കുകയായിരുന്നു. അതിൻ്റെ പുറത്തേക്ക് വന്ന് അവൻ ആളുകളോട് സംസാരിച്ച് തുടങ്ങിയപ്പോൾ അവന് മനസ്സിലായി അവനെ ഉൾക്കൊള്ളാൻ കഴിയുന്ന മനുഷ്യരും ഈ ലോകത്തുണ്ടെന്നുള്ളത്. അവിടുന്ന് അവൻ കുറേ കൂടെ ധൈര്യപ്പെട്ടതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഇപ്പോഴും കോണ്ടാക്റ്റ് ഉണ്ട്. ജീവിതത്തിലെ സന്തോഷങ്ങളും സങ്കടങ്ങളും ഒക്കെ നമ്മളെ വിളിച്ച് ഷെയർ ചെയ്യുന്നുണ്ട്. സോ ലൈഫിൽ കിട്ടിയൊരു പ്രഷ്യസ് ആയിട്ടുള്ളൊരു ബന്ധമായിട്ടാണ് ഇപ്പോൾ കാണുന്നത് അതിനെ. ഇനി കൂട്ടിനെ ഇതിപ്പോൾ കേരളത്തിൽ എനിക്ക് തോന്നുന്നു ഇതൊന്നും അഡ്വർടൈസ് ചെയ്യുന്നില്ല, എല്ലാം വേർഡ് ഓഫ് മൗത്ത് വഴിയാണെന്ന് തോന്നുന്നു, അല്ലേ? അതെന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ഡിസിഷൻ എടുത്തത്? കൈൻഡ് ഓഫ് ചില കാര്യങ്ങൾ എത്തേണ്ടടുത്ത് എത്തും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ടാണ് അങ്ങനെ അധികം അഡ്വർടൈസ് ചെയ്യാത്തത്. ആവശ്യമുള്ളവർ വന്നാൽ മതി. എല്ലാവരെയും അങ്ങനെ ടേക്ക് കെയർ ചെയ്യാനുള്ളൊരു സിറ്റുവേഷൻ നമുക്കിപ്പോൾ ഇല്ല. ആവശ്യക്കാരറിഞ്ഞു വരട്ടെ എന്നുള്ളൊരു രീതിയിലാണ് നിൽക്കുന്നത്. ഇപ്പോൾ ഒരു ക്യാമ്പ് നടക്കുമ്പോൾ ചിലപ്പോൾ 15 പേരായിരിക്കും, ചിലപ്പോൾ 10 പേരായിരിക്കും, ചിലപ്പോൾ 2 പേരായിരിക്കും. പക്ഷേ ഞാൻ എല്ലാ ക്യാമ്പിലും പറയും, ഒരു ഇവൻറ്റ് നടക്കുന്നത് ചിലപ്പോൾ ആ കൂട്ടത്തിൽ ഒരാൾക്ക് വേണ്ടിയിട്ടായിരിക്കും, ഒരാളെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ടായിരിക്കും ബാക്കി 29 പേരും അവിടെ വന്നിട്ടുണ്ടാവുക. സോ
ഇപ്പോൾ ഞാൻ ഇവൻ്റ് വെക്കുന്നു, ആരും വന്നില്ല, ഒരാളെ വന്നിട്ടുള്ളെങ്കിൽ ഞാൻ അയാളെ വെച്ചിട്ട് ആ പ്രോഗ്രാം ചെയ്യും. ബിക്കോസ് അയാളെ ഞാൻ അവിടെ കേൾക്കണം, അയാൾക്ക് എന്തൊക്കെയോ സംസാരിക്കാനുണ്ട്. അങ്ങനെയാണ് അത് ഹാപ്പൻ ചെയ്യുന്നത്. സോ അഡ്വർടൈസ് ചെയ്ത് ഭയങ്കര പോപ്പുലറാക്കി അതിൻ്റെ ഒന്നും ആവശ്യമുണ്ടെന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. അതല്ല, ഇപ്പം എല്ലാവർക്കും ഒരു പ്രിവിലേജ് കിട്ടണം എന്നില്ലല്ലോ. ലൈക്ക് അവിടെ വന്ന ഒരാൾ വേറൊരാളോട് സംസാരിക്കുക, അങ്ങനെ ഒരു പ്രിവിലേജ് എനിക്ക് തോന്നുന്നു. ആദ്യം ഈ ഒരു ജേണി നമ്മൾ സ്റ്റാർട്ട് ചെയ്യണമെന്ന് വിചാരിച്ചതിന് മുന്നേ എൻ്റെ അടുത്ത് ഷോയ് പറഞ്ഞിട്ടുണ്ട്, സോ ഇങ്ങനെ ഈ ഒരു പേജ് നീ ഒന്ന് വെറുതെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്ക്. അപ്പം സോ ഐ സോ ലൈക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഇടുമല്ലോ നിങ്ങൾ. അപ്പോൾ ഐ ഫെൽറ്റ് ഇറ്റ് ഡിഫറെൻറ്റ്. അപ്പം ഞാൻ ഷോയിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞ കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, ഇത് ഒരു കോൺസെപ്റ്റ് ഉണ്ടാക്കാൻ ഭയങ്കര എളുപ്പമാണ്, പക്ഷെ അത് എക്സിക്യൂട്ട് ചെയ്യാന്ന് പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് അറ്റ് ഓൾ ഈസി. അതും കേരളം പോലെ ഒരു സ്ഥലത്ത് ഒട്ടും എളുപ്പമുള്ള കാര്യമല്ല. ബട്ട് യു സക്സസ്ഫുള്ളി മാനേജ്ഡ് ഇറ്റ്. ആൻഡ് അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്, ഇപ്പം ഒന്ന് ബാക്കിയുള്ളവരെ അറിയിച്ചെങ്കിൽ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും രീതിയിൽ അറിയിച്ചെങ്കിൽ മേ ബി സംബഡി ക്യാൻ. ചിലപ്പോൾ ഞാനിത് പറയുന്നത് ആർക്കോ വേണ്ടി ആയിരിക്കാം, എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. കാരണം എനിക്കറിയില്ല, ഇതുപോലൊരു പ്രോഗ്രാം കേരളത്തിൽ വേറെ ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. വേറെ ഞാൻ കേട്ടിട്ടില്ല അങ്ങനെ ക്യാമ്പിംഗ് സൈറ്റ്സ്. അത് ദാറ്റ് ടു ഫോർ ലിസണിങ് ആൻഡ് യുനോ ആളുകളുടെ ഒരു മോശം അവസ്ഥയിൽ നിന്ന് കരകയറ്റാൻ വേണ്ടിയിട്ട്. ഐ ഹാവ് നോട്ട് ലിസൺ. സോ പ്രോബബ്ലി അങ്ങനെ ഒരു ഐഡിയ വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഇതൊക്കെ പറയുമ്പം ഐ ഡോണ്ട് നോ, യു ആർ വെരി യങ്. അപ്പം വാട്ട് ഈസ് ലവ് ടു യു? അയ്യോ, ലവ് എന്ന് ഞാൻ ഉദ്ദേശിച്ചത് പ്രണയമാണ് കേട്ടോ. ലിറ്ററലി വാട്ട് ഈസ് പ്രണയം? ഐ മീൻ വാട്ട് ഈസ് യുവർ കോൺസെപ്റ്റ് ഓർ അണ്ടർസ്റ്റാൻഡിങ്? എനിക്കിങ്ങനെ ഒന്നിനെയും ഡിഫൈൻ ചെയ്യാൻ അറിയില്ല ശരിക്കും. അതാണ് ഞാൻ ആദ്യമേ സൂചിപ്പിച്ചത്. ചില അങ്ങനത്തെ ക്വസ്റ്റ്യൻ വരുമ്പോൾ എനിക്ക് ഫീൽ ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇങ്ങനെ എന്ത് വാക്ക് പറഞ്ഞാലും അത് എൻ്റെ ഉള്ളിലൊരു വേറൊരു ഇമോഷൻ അല്ലെങ്കിൽ ഒരു ഫീലായിട്ടാണ് കിടക്കുന്നത്. എനിക്കതിനെ അങ്ങനെ ഡിസ്ക്രൈബ് ചെയ്യാൻ അറിയില്ല. പക്ഷേ ഫോർ മീ എനിക്ക് ചുറ്റുമുള്ള എല്ലാം ലവ് എന്നൊരു കാറ്റഗറിയിലാണ്. ഞാൻ മറ്റേ കല്ലിനോടും പൂമ്പാറ്റയോടും പുല്ലിനോടും പട്ടി പൂച്ച മനുഷ്യരെ എല്ലാവരെയും സ്നേഹിക്കുന്ന, എല്ലാവരോടും സ്നേഹം തോന്നുന്ന ഒരാളാണ്. സോ എനിക്ക് അങ്ങനെയല്ല. നമ്മൾ 16-17 വയസ്സ് എന്ന് പറയുമ്പം ദാറ്റ് ഈസ് എൻ ഏജ് വെയർ ദർ ഈസ് എ ഹോർമോൺ അപ്സർജ്. അപ്പം നമുക്ക് പല ഓപ്പോസിറ്റ് ജെൻഡറിൻ്റെ അടുത്ത്, അല്ലെങ്കിൽ ഐ മീൻ സെയിം ജെൻഡറിൻ്റെ അടുത്ത് എങ്ങനെയാണെന്ന് വെച്ചാൽ വി ഫീൽ സംതിങ്. ഓക്കെ, അത് ആ ഒരു ഫേസ് ശ്രീരേഷ്മയെ സംബന്ധിച്ചിടത്തോളം ഇറ്റ് വെൻറ്റ് ഇൻ എ ഡിഫറെൻറ്റ് ഡയറക്ഷൻ ഓൾ ടുഗെദർ. സ്ട്രഗിൾസിലായാലും ചിലപ്പോൾ നമ്മൾ പറയും നമുക്കൊന്ന് ഒരുങ്ങി നടക്കാൻ കൊതി തോന്നും അല്ലേ ആ സമയത്ത്. വി വോണ്ട് പീപ്പിൾ ടു ലുക്ക് അറ്റ് അസ്, അല്ലെങ്കിൽ നമ്മൾ കുറച്ചുകൂടി ബോഡി കോൺഷ്യസ് ആവും ആ ഒരു സമയം. അങ്ങനെയാണല്ലോ ആ ഒരു പ്രായം എന്ന് പറയുന്നത്. പക്ഷേ ആ സമയത്ത് ഇറ്റ് വാസ് യുവർ മോസ്റ്റ് സ്ട്രഗ്ലിങ് ഫേസ്. ഇപ്പം ഈ ഒരു ഏജിൽ നിൽക്കുമ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ തോന്നില്ലേ എനിക്കത് നഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ യുനോ? എനിക്ക് ആ ഒരു പാർട്ടെന്ന് വെച്ചാൽ ഇൻസെക്യൂർ ആയിരുന്നു. ഞാൻ പെട്ടെന്ന് പ്രണയം ഉണ്ടാവുന്ന ആളാണ്. ഈ പ്രണയം എന്ന് പറയുമ്പോൾ ഓപ്പോസിറ്റ് നിൽക്കുന്നവരോട് പെട്ടെന്ന് പ്രണയം ഫീൽ ചെയ്യുന്ന ആളാണ്. അത് എന്നോട് വളരെ നൈസായിട്ട് ആര് ബിഹേവ് ചെയ്താലും എനിക്ക് അങ്ങോട്ടൊരു ചായ്വുണ്ടാവും. ഒരു സമയത്ത് ഇതുപോലെ ഞാൻ ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടുള്ള ഒരാൾ എന്നെ ഒരു കോഫി ഷോപ്പിൽ കൊണ്ടിരുത്തിയിട്ട് എന്നോട് അതിനെക്കുറിച്ച് പറഞ്ഞു തരികയാണ്. രശ്മി, നിനക്കിത് ഫീൽ ചെയ്യുന്നത് നിൻ്റെ ജീവിതം നിനക്ക് തന്നിട്ടുള്ള ഇൻസെക്യൂരിറ്റി കൊണ്ടാണ്. അതായത് ഇങ്ങനെ കൂടെ ഒരാളുണ്ടാവണം, എന്നെ സംരക്ഷിക്കാൻ ഒരാളുണ്ടാവണം എന്ന് ഞാൻ വല്ലാതെ ആഗ്രഹിക്കുന്നു. അല്ലെങ്കിൽ അതില്ലാത്തൊരു സ്പേസ് ഞാൻ ഭയക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അതുകൊണ്ടാണ് ആരെങ്കിലും എൻ്റെ ഒപ്പം ഉണ്ടാവണമെന്ന് ഞാൻ എപ്പോഴും ആഗ്രഹിക്കുന്നതെന്ന് ആ മനുഷ്യൻ പറഞ്ഞു തന്നിടത്ത് എനിക്കത് കൃത്യമായിട്ട് മനസ്സിലായി ഞാൻ എന്തിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത്. സോ ഞാൻ ആ ഒരു ഇമോഷനെ കുറച്ചും കൂടി ഡീപ്പായിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. എനിക്കങ്ങനെ പ്രണയം നഷ്ടപ്പെട്ടിട്ടൊന്നുമില്ല. ഞാൻ ഭയങ്കരമായിട്ട് പ്രണയിക്കുന്ന ആളാണ്. ഞാനത് എക്സ്പ്രസ് ചെയ്യുന്ന ആളാണ്, അത് എൻജോയ് ചെയ്യുന്ന ആളാണ്. ഇപ്പോൾ
ഞാൻ ഇങ്ങനെ കുറച്ച് കോണ്ടൻറ്റുകൾ ചേർത്തിട്ടാണ് എന്നെ രൂപപ്പെടുത്തിയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ അതിൽ ഒരു ഇമ്പോർട്ടൻ്റ് കാര്യം പ്രണയമായിരിക്കും. പക്ഷേ ദർ ഈസ് ലോട്ട് ഓഫ് പെയിൻ ഇൻ ലവ്. അതാണ് ഞാൻ അടുത്തത് ചോദിക്കാൻ പോയത്. അത്രയും നല്ലതാന്ന് പറയുമ്പോഴും എൻ്റെ അണ്ടർസ്റ്റാൻഡിങ്ങിൽ എത്രത്തോളം ബ്യൂട്ടി ഉണ്ടോ അത്രത്തോളം പെയിൻഫുള്ളും ആണത്. ഇറ്റ്സ് ഹാപ്പൻസ് ബിക്കോസ് ഓഫ് അവർ എക്സ്പെക്റ്റേഷൻസ്. അതുകൊണ്ടാണ് അത് സംഭവിക്കുന്നത്. അല്ലാതെ അതാരുടെയും കുഴപ്പമൊന്നുമല്ല, ആരും അതിൽ തെറ്റുകാരൊന്നുമല്ല. നമ്മുടെ എക്സ്പെക്റ്റേഷൻസാണ്. നമുക്ക് ചില കാര്യങ്ങൾ ഇങ്ങനെ കിട്ടണം, ഇങ്ങനെ ആയിരിക്കണം എന്ന് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നു. എല്ലാവരും പീപ്പിൾ ആർ ഡിഫറെൻറ്റ്. എല്ലാവരുടെയും പെർസ്പെക്ഷൻസ് ആർ ഡിഫറെൻറ്റ്. സോ മറ്റുള്ളവർക്ക് അതനുസരിച്ച് നിൽക്കുക. ആരും നമ്മൾ പറയുന്നത് പോലെ ആകണം, നമ്മൾ ചിന്തിക്കുന്നത് പോലെ മറ്റുള്ളവർ ചിന്തിക്കണം, നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നിടത്ത് അവരെത്തണം എന്ന് നമ്മൾ ഒരിക്കലും ആഗ്രഹിക്കാൻ പാടില്ല. സോ എൻ്റെ ലവ് ഈസ് അൺകണ്ടീഷണൽ ലവ്. ഞാൻ അൺകണ്ടീഷണലായി എല്ലാവരെയും സ്നേഹിക്കുന്നു എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നുള്ളൂ. വെദർ അതെനിക്ക് പെയിൻ തന്നാലും ഡിഫിക്കൽട്ടീസ് തന്നാലും ഞാനതിൽ ഗുഡ് മൊമെൻറ്റ്സ് മാത്രമേ എടുക്കുന്നുള്ളൂ, നല്ല സമയങ്ങൾ. അല്ല, പക്ഷെ അപ്പോഴും ആ റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ഒരു സ്ട്രഗിൾ ഉണ്ടാവില്ലേ? ആ എക്സ്പെക്റ്റേഷൻസ് മീറ്റ് ചെയ്യാത്തപ്പോൾ, അല്ലെങ്കിൽ ടോക്സിക് ആയിട്ടുള്ള ഒരാളാണ് അപ്പുറത്തിരിക്കുന്നതെങ്കിൽ, അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ? ഒരു ഞാൻ പ്രണയം എന്നുള്ള രീതിയിലല്ല, ഏതെങ്കിലും വ്യക്തികളാവാം. ഈ ടോക്സിക് റിലേഷൻഷിപ്സിനെ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്തിട്ടുള്ളത്? ഹാൻഡിൽ ചെയ്യാന്ന് വെച്ചാൽ അതിൽ തുടരാതെ ഇരിക്കുക എന്നുള്ളതാണ്. നമ്മൾ ടോക്സിക് ആണെന്ന് ഏത് മൊമെൻറ്റിൽ റിയലൈസ് ചെയ്യുന്നു, അടുത്ത നിമിഷം അതിൽ നിന്ന് പുറത്ത് വരിക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. എനിക്ക് വളരെ ഈസി ആയിരുന്നു കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനൊക്കെ, പക്ഷെ എല്ലാവർക്കും അത് ഈസി അല്ല. കാരണം സൊസൈറ്റിയിൽ ഒരുപാട് ഞാൻ എന്താ ചോദിച്ചതെന്നറിയോ, ഈ പൊതുവെ എംപാത്തുകൾ ടോക്സിക് റിലേഷൻഷിപ്പിൽ പെട്ട് കഴിഞ്ഞാൽ ഒരിക്കലും അതിൽ നിന്ന് പുറത്ത് വരാൻ അവർക്ക് പറ്റാറില്ല. ദേ കീപ് ഹോപ്പിംഗ് ദാറ്റ് ദ അതർ പേഴ്സൺ വിൽ ബിക്കം ഫൈൻ വൺ ഡേ, ഓർ ദേ വിൽ, അവരെന്നെയും തിരിച്ച് അതുപോലെ സ്നേഹിക്കും എന്ന് അവർ ചിന്തിക്കും. അതുകൊണ്ടാണ് ഞാൻ ശ്രീലക്ഷ്മി ഒരു എംപാത്ത് ആണ് എന്ന്, ഐ മീൻ എനിക്ക് കോൺവെർസേഷൻ എന്ന് മനസ്സിലായി. ആൻഡ് യു ഹാവ് ഓൾസോ സെഡ് ഇറ്റ്. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. അപ്പം എങ്ങനെയാണ്, ഹൗ ഡു യു ഡിസ്റ്റൻസ് ദെം? ഐ മീൻ സ്ട്രെയിറ്റ് പറയുകയാണോ? എല്ലാ കമ്മ്യൂണിക്കേഷനിലും, എല്ലാ റിലേഷൻഷിപ്പിലും ഐ ബിലീവ് കമ്മ്യൂണിക്കേഷൻ ഇസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്. അത് പ്രണയമായിരുന്നാലും മറ്റുള്ള ബന്ധങ്ങളായിരുന്നാലും കമ്മ്യൂണിക്കേഷനാണ് ഏറ്റവും ആദ്യം വേണ്ടത്. ഞാൻ എപ്പോഴും എൻ്റെ എല്ലാ ബന്ധങ്ങളിലും എനിക്ക് ഓപ്പണായി സംസാരിക്കാനായിട്ടുള്ളൊരു സ്പേസ് കീപ്പ് ചെയ്യുന്നുണ്ട്. ആ സ്പേസ് കിട്ടാത്ത ഇടമാണെങ്കിൽ അവരെൻ്റെ ലൈഫിലില്ല. ഓക്കെ. അത് പ്രണയമായിരുന്നാലും ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. ഇപ്പം നമുക്കിടയിൽ ഒരു പ്രശ്നം ഉണ്ടാവുന്നു, ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടുപേരുടെയും ഭാഗം ഓപ്പണപ്പായി പറയാൻ പറ്റുന്ന ഒരു സ്പേസ് കീപ്പ് ചെയ്യാൻ പറ്റുമെങ്കിൽ മാത്രം എൻ്റെ ലൈഫിലേക്ക് വരിക എന്നുള്ളത്. പക്ഷേ ഈ പറഞ്ഞില്ലേ, ഇത് പ്രാക്ടിക്കലി കൊണ്ടുവരാൻ വളരെ പ്രയാസമാണ്. ഈ പറഞ്ഞ പോലെ ടോക്സിക് റിലേഷൻഷിപ്പിൽ ഈ എംപത്തായിട്ടുള്ള ആളുകൾ സ്ട്രഗിൾ തന്നെ ചെയ്യും. അതൊരു റിയലൈസേഷനാണ്. നമ്മളെ കുറച്ചും കൂടെ സ്ട്രോങ് ആക്കി എടുക്കണം, അക്സെപ്റ്റ് ചെയ്യാനായിട്ട് കുറേ കാര്യങ്ങൾ. ഞാൻ മുന്നേ പറഞ്ഞില്ലേ, നമ്മൾ സ്നേഹിക്കപ്പെടാൻ ആഗ്രഹിക്കുന്നു. അത് കാരണം ഈ ടോക്സിക് ആയിട്ടുള്ള ബന്ധങ്ങളിലെ പ്രശ്നം എന്ന് വെച്ചാൽ, ഈ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് സ്നേഹം വേണം. കൂടെയുള്ള ആൾ ടോക്സിക് ആണെന്ന് ഇവർ തിരിച്ചറിയുന്നുണ്ട്. പക്ഷേ ഈ ടോക്സിക് പേഴ്സൺ കൊടുത്തിട്ടുള്ള ചില ബെയർ മിനിമം കാര്യങ്ങൾ, അത് ചിലപ്പോൾ ഉറങ്ങാൻ നേരം പുതച്ചു കൊടുക്കുന്നതായിരിക്കും, അല്ലെങ്കിൽ ഭക്ഷണം വാരിക്കൊടുക്കുന്നതായിരിക്കും. ഇത് മറ്റേ ആൾക്ക് കിട്ടിയിട്ടുണ്ടാവില്ല ലൈഫിൽ. സോ ഇവർ എത്രയൊക്കെ വയലൻസ് കാണിച്ചാലും ടോക്സിക് ആയിട്ട് ബിഹേവ് ചെയ്താലും കുറച്ച് കഴിയുമ്പോൾ ഇയാൾ എനിക്ക് ചോറ് വാരി തരുമല്ലോ, ഇയാൾ എൻ്റെ കയ്യും പിടിച്ച് നടക്കുമല്ലോ എന്നുള്ള ആ ബെയർ മിനിമം ഹോപ്പ് നമ്മൾ പ്രതീക്ഷിക്കുന്നു. അതിൽ നമ്മൾ സ്റ്റക്കായി പോകുന്നു എന്നുള്ളതാണ്. ഇതൊരു റിയലൈസേഷനാണ്. നമ്മൾ ആ ബെയർ മിനിമത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ സ്റ്റക്കാവുന്നത് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. ആൻഡ് ഞാൻ മുന്നേ പറഞ്ഞില്ലേ, എപ്പോഴും വി ഡിസേർവ് ബെറ്റർ എന്നുള്ളത് ചിന്തിക്കുക. ഐ ഡിസേർവ് ബെറ്റർ. ഞാൻ ഇതിൽ സ്ട്രഗിൾ ചെയ്യേണ്ട ആളല്ല. ഞാൻ എന്നെ തന്നെ വിശ്വസിക്കുക.
ഞാൻ കൊടുക്കുന്നത് ജെനുവിൻ ആയിട്ടുള്ള സ്നേഹമാണ്. ഇഫ് ദ അതർ പേഴ്സൺ നോട്ട് വില്ലിങ് ടു എനിക്കത് തിരിച്ചു തരാൻ അവർക്ക് കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ ഐ ഡിസേർവ് ബെറ്റർ എന്ന് ചിന്തിക്കുക. ആ ഒരു തോട്ട് പ്രോസസ്സിലൂടെ അതിന് മാറ്റം വരുത്താൻ പറ്റുള്ളൂ. അത് ഇപ്പം നമുക്കിങ്ങനെ ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ പറ്റുന്നത് നമ്മുടെ പ്രിവിലേജാണ്. ഇത് അറിയാത്ത ഇപ്പം നമ്മൾ ഈ സംസാരിക്കുന്നത് ആ ഒരു സോഴ്സ് കിട്ടാത്ത ആളുകളുണ്ട്, അത് കാണാൻ പോലും പറ്റാത്ത, അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് അവെയർ അല്ലാത്ത ഒരുപാട് ആളുകൾ പല സ്ഥലത്തും ഉണ്ട്. നമുക്കും പ്രതീക്ഷിക്കാം ഗ്രാജുവലി അവരൊക്കെ ഇതിന്ന് പുറത്ത് വരും എന്നല്ലാതെ. പക്ഷെ അറ്റ്ലീസ്റ്റ് എനിക്ക് തോന്നുന്നു ഇതൊരു ഡിസ്കഷൻ പോയിൻ്റായിട്ട് വരുന്നത് തന്നെ സൊസൈറ്റീൻ്റെ ഒരു പ്രോഗ്രസ് ആയിട്ടാണ് ഞാൻ കാണുന്നത്. പണ്ടൊന്നും ഇങ്ങനൊരു ഡിസ്കഷൻ പോലും ഉണ്ടായിരുന്നില്ല. എല്ലാം അഡ്ജസ്റ്റ്മെൻറ്റ് എന്നുള്ളൊരു വാക്കിൽ ഒതുക്കാറാണ് പൊതുവേ പതിവ്. അറ്റ്ലീസ്റ്റ് അങ്ങനെ സംഭവിക്കുന്നില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അതൊരു പ്ലസ് പോയിൻ്റ് ആയിട്ടാണ് ഞാൻ കാണുന്നത്. ഈ ഇനി ജീവിതത്തിലെ ഹാവ് യു എവർ തോട്ട് അബൌട്ട് ലൈക്ക് ഡെത്ത് ഓർ ഒരു അവസാനം എന്ന് നമ്മൾ ചിന്തിക്കുമല്ലോ. യൂഷ്വലി ശ്രീരശ്മി തന്നെ പറഞ്ഞു, ഈ സൂയിസൈഡൽ ടെൻഡൻസീസ് ഒക്കെ ഉള്ള ഫാമിലീസിലുള്ള കുട്ടികൾ ദേ ടു വിൽ ഡെവലപ്പ് സച്ച് തോട്ട്സ്. പൊതുവേ അങ്ങനെയാണ്. എന്തെങ്കിലും ഒരു ഫെയിലിയർ വരുമ്പോഴത്തേക്കും എന്നാൽ മരിച്ചു കളയാം. എനിക്ക് തോന്നുന്നു ശ്രീരശ്മി തന്നെ പറഞ്ഞു ഒരു പോയിന്റ് ഉണ്ടായിരുന്നു, ദാറ്റ് യു കോൾഡ് യുവർ ഫ്രണ്ട്. എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ മരണം അല്ലെങ്കിൽ യുവർ എൻഡ് അങ്ങനെ എന്തെങ്കിലും ഡീപ്പായിട്ട്? എനിക്കത് പറയുന്നതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. ഡെയിലി രാവിലെ എണീക്കുമ്പോൾ എനിക്ക് ജീവിക്കാൻ തോന്നുന്നില്ല എന്ന് പറഞ്ഞ് എണീക്കുന്ന ഒരാളുടെ അവസ്ഥ എന്തായിരിക്കും? അങ്ങനെയുള്ള ഒരാളാണ് ഞാൻ. ഇൻ സ്പൈറ്റ് ഓഫ് ഡൂയിങ് ദിസ് മച്ച്? യെസ്, ബിക്കോസ് ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ ഉള്ളിൽ ഒരു എംപ്റ്റിനെസ് എപ്പോഴും ഉണ്ട്. അത് നമ്മളിങ്ങനെ റിക്കവറായി വരുന്നതേ ഉള്ളൂ. ഞാൻ ഒരു സമയം വരെ അങ്ങനെ ആയിരുന്നു. എന്നാൽ എനിക്ക് ജീവിക്കാൻ ആഗ്രഹമുണ്ട്. അടുത്തത് എനിക്ക് യൂണിവേഴ്സ് എന്താണ് എനിക്കായിട്ട് അടുത്തത് ഒരുക്കി വെച്ചിരിക്കുന്നതെന്ന് ഐ എം ക്യൂരിയസ്. നമ്മളെപ്പോഴും പറയില്ലേ, ഇന്ന് മോശം സമയമാണെങ്കിൽ നാളെ ഡെഫിനറ്റ്ലി ഒരു നല്ല സമയമുണ്ടെന്ന്. ചിലപ്പം ഈ മോശം സമയങ്ങളിൽ കൂടെ കടന്നു പോകുമ്പോഴുള്ള തോട്ട്സ് ആയിരിക്കാം ഇത്, ഐ ഡോണ്ട് നോ. പക്ഷേ ഞാൻ അങ്ങനെ ഒരു ലൈഫിലൊരു ഹോപ്പില്ലാത്ത ആളായിരുന്നു. And I am recovering from it. And I think you have tattooed your hope. Yes. ഇത് ഞാൻ എപ്പോഴും ഞാനുമായിട്ട് അടുത്ത് നിൽക്കുന്ന ആളുകളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ളൊരു കാര്യമാണ്. വാട്ട് ഐ വെൻറ്റ് ത്രൂ. മരിക്കാനുള്ള ആഗ്രഹം ഒരു സ്ഥലത്തും ജീവിക്കാനുള്ള ആഗ്രഹം ഒരു സ്ഥലത്തും. ഇത് തമ്മിലൊരു ഫൈറ്റ് ഉണ്ട്. എനിക്ക് ആ സമയത്തൊക്കെ ഫീൽ ചെയ്തിരുന്നത് ആരോ നമ്മളുടെ അടുത്ത് നിന്ന് പറയുന്ന പോലെയാണ്, നമുക്കിത് മതിയാക്കാം, മുന്നോട്ട് പോവണ്ട, വേണ്ട വേണ്ട വേണ്ട. ഇപ്പുറത്തെ ഭാഗത്ത് നമ്മൾ ഇത്രയൊക്കെ ചെയ്തു, നമ്മൾ ഇത്രയൊക്കെ കടന്നു വന്നു, നമുക്ക് മുന്നിൽ ഇനി ഒരുപാട് ദൂരം പോവാനുണ്ട് എന്ന് പറയുന്നൊരു ഫേസ്. ഇത് രണ്ടും തമ്മിൽ കോൺഫ്ലിക്റ്റ് ആണ്. യെസ്, ഞാനത് വളരെ ഡീപ്ലി അനുഭവിച്ചിട്ടുള്ള ഒരാളാണ്. അങ്ങനെ ഒരു സന്ദർഭം ആ സമയത്ത് നമുക്ക് ഈ പറയുന്ന പോലെ മനസ്സിലൊരു ഹെവിനെസ് ഫീൽ ചെയ്യും. ആൻഡ് ഞാനതിന്ന് ഓവർകം ചെയ്തിട്ടുള്ളത് ആരോടെങ്കിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോഴാണ്. എനിക്കങ്ങനെ ഫീൽ ചെയ്യുന്ന സമയത്തൊക്കെ വാട്സപ്പ് എടുത്തിട്ടോ ഫോൺ കോളിലൂടെയോ എൻ്റെ സുഹൃത്തുക്കളോട് ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കും. അപ്പോഴും നമ്മൾ ചിന്തിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ നെഗറ്റീവ് തോട്ട്സ് മറ്റൊരാളിലേക്ക് നമ്മൾ പാസ് ചെയ്യുകയാണോ, അവരെ അത് അഫക്റ്റ് ചെയ്യുമോ എന്ന് നമ്മൾ കൺസേൺഡ് ആണ്. പക്ഷെ എനിക്ക് പറയാനുള്ളത്, വെനെവർ യു ഫീൽ നിങ്ങൾക്ക് ഹെൽപ്പ് സീക്ക് ചെയ്യണം എന്ന് തോന്നുന്നു, ആ സമയത്ത് നിങ്ങൾ ഹെൽപ്പ് സീക്ക് ചെയ്യുക. ബാക്കിയുള്ള കാര്യങ്ങളെക്കുറിച്ചിട്ട് ബോധറാവാതിരിക്കുക. കാരണം ഞാൻ അങ്ങനെയാണ് ലൈഫിൽ രക്ഷപ്പെട്ടു വന്നത്. ആ ഹെൽപ്പ്, എനിക്ക് പറ്റുന്നില്ല, ഞാൻ ഓക്കെ അല്ല, എനിക്ക് മരിക്കാൻ തോന്നുന്നു എന്ന് കൃത്യമായിട്ട് ഞാൻ എൻ്റെ അടുത്ത് നിൽക്കുന്നവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടാണ് ഞാൻ ജീവിതത്തിൽ തിരിച്ചു കയറിയിട്ടുള്ളത്. സോ അത് ഓപ്പണായിട്ട് പറയാൻ പറ്റണം ആളുകൾക്ക്. ഞാൻ അതിന് വേണ്ടിയിട്ട് കൂടിയിട്ടാണ് അങ്ങനെ ഒരു സ്പേസ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ആളുകൾക്ക് അതും പറയാൻ പറ്റണം, എനിക്ക് ജീവിക്കാൻ തോന്നുന്നില്ല എന്നുള്ളത്. അത് അങ്ങനെ ഒരു ചോയ്സ് ഒരു മനുഷ്യൻ എടുക്കുന്നു എന്ന് പറയുന്നത് എന്തൊരു ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു സ്റ്റേജിലായിരിക്കും. എനിക്ക് ആ ഇമോഷൻ കണക്ട് ചെയ്യാൻ പറ്റും. ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, എൻ്റെ ഓപ്പോസിറ്റ് വന്ന് നിന്ന് വിഷമം പറയുന്നൊരു മനുഷ്യൻ്റെ ഉള്ളിൽ എന്താണ് അയാൾ ഫീൽ ചെയ്യുന്നത്, എത്രത്തോളം ഹെവിനെസ് ഉണ്ടെന്ന് എനിക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇല്ലെങ്കിൽ ഈ കൂട്ടുപോലെ ഒരു കാര്യം സ്റ്റാർട്ട് ചെയ്ത് ഈ 2 years എനിക്ക് കൊണ്ട് എത്തിക്കാൻ പറ്റില്ല. എനിക്ക് ആ ഇമോഷൻ
കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. അത് മനസ്സിലാക്കിയിട്ടാണ്. നമുക്ക് എല്ലാവരെയും സേവ് ചെയ്യാൻ പറ്റില്ല. ദാറ്റ് ഈസ് റിയാലിറ്റി. എന്നെ സേവ് ചെയ്യേണ്ടത് ഞാൻ തന്നെയാണ്, നിങ്ങളെ സേവ് ചെയ്യേണ്ടത് നിങ്ങൾ തന്നെയാണ്. അതാണ് റിയാലിറ്റി. ഞാനൊരു പോയിന്റിൽ മറ്റേത് ഞാൻ വിചാരിക്കുന്നത് എനിക്ക് എല്ലാവരെയും സഹായിക്കാം, എല്ലാവരെയും രക്ഷപ്പെടുത്താൻ പറ്റും എന്നൊക്കെ. ഞാൻ കിടന്നുറങ്ങുന്ന സമയത്ത് ഈ കേട്ട മറ്റുള്ളവരുടെ സങ്കടങ്ങളെല്ലാം എൻ്റെ തലയിൽ കിടന്ന് കറങ്ങും. അപ്പോൾ എനിക്ക് എന്നോട് തന്നെ നിരാശ തോന്നി, എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്ന്. ഒരു പോയിന്റിൽ ഞാൻ മനസ്സിലാക്കി അത് പാടില്ല എന്നുള്ളത്. കാരണം അവരവരുടെ ജീവിതത്തിൻ്റെ താക്കോൽ അവരവരുടെ കയ്യിലെന്ന് പറയുന്നത് പോലെ നമ്മളിതിൽ നിന്ന് രക്ഷപ്പെടുത്തേണ്ട കാര്യം, റെസ്പോൺസിബിലിറ്റി നമുക്ക് തന്നെയാണ്. ഇപ്പോൾ ഒരു മോശം സിറ്റുവേഷനിൽ ഒരു കൂട്ടുകാരനെയോ കൂട്ടുകാരിയോ ആരെങ്കിലും വിളിച്ച് നമുക്ക് സംസാരിക്കാൻ പറ്റും. അവർക്ക് നമ്മുടെ അടുത്ത് വന്നിരുന്ന് സംസാരിക്കാം, ഒരു ഫോൺ കോളിലൂടെ നമ്മൾ ആശ്വസിപ്പിക്കാം. അത് കഴിഞ്ഞിട്ട് ഇവർ നമ്മുടെ അടുത്തുനിന്ന് എണീറ്റ് പോകും. അല്ലെങ്കിൽ ആ ഫോൺ കോൾ ഡ്രോപ്പ് ചെയ്ത് പോകുന്ന സമയത്ത് പിന്നെ നമ്മളവിടെ ഒറ്റയ്ക്കാണ്. അതേ പ്രശ്നം, അതേ സ്ഥലം, അതേ വ്യക്തി, ഒറ്റയ്ക്കാണ് നമ്മൾ ഇതിനൊക്കെ ഡീൽ ചെയ്തിട്ടുള്ളത്. ആ ഒരു പവർ എന്ന് വേണമെങ്കിൽ അതിനെ പറയാം, അതെല്ലാവരുടെയും ഉള്ളിലുണ്ട്. സോ അവരവരെ സേവ് ചെയ്ത് മുന്നോട്ട് പോകുക എന്നുള്ളതാണ് ഇതിനകത്ത് വളരെ ഇമ്പോർട്ടൻ്റ്. അത് തിരിച്ചറിയുക. പിന്നെ ഈ ഒരു ജേണിയിൽ എനിക്ക് വളരെ റെലവൻ്റ് ആയിട്ട് തോന്നിയൊരു ക്വസ്റ്റ്യനാണ്. നമ്മുടെ സ്ട്രഗിൾ ചെയ്യുന്ന പീരീഡിൽ എന്നോട് ഒരാളിങ്ങനെ ചോദിച്ചു, നിനക്ക് നിൻ്റെ പ്രശ്നത്തിൻ്റെ കാരണം എന്താണെന്ന് അറിയുമോ ചോദിച്ചു. ഞാൻ അന്നുവരെ അങ്ങനെ ഒരു കാര്യത്തിനെ കുറിച്ച് ചിന്തിച്ചിട്ടില്ല. ആ കാരണം കണ്ടെത്താൻ ശ്രമിക്കുക. ഇവിടുത്തെ എല്ലാ കാര്യങ്ങൾക്കും ഒരു കാരണം ഉണ്ടാവും എന്നാണ് ഫിലോസഫിയിൽ പറയുന്നത്. ഇറ്റ്സ് റിലേറ്റഡ് ടു കോസാലിറ്റി എന്ന് പറയുന്നൊരു തിയറി. എല്ലാ കാര്യങ്ങൾക്കും ഒരു കാരണം ഉണ്ടാവുന്നു, അതായത് എല്ലാ കാര്യത്തിനും ഓരോ സാഹചര്യങ്ങളുണ്ടാവുന്നു. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു ചെടി വളർന്ന് മരമാകുന്നു, അതൊരു കാര്യമാണ്. ഇത് തിയററ്റിക്കലി പറയാണ് കേട്ടോ, അതൊരു കാര്യമാണ്. ഈ കാരണമെന്ന് പറയുന്നത് ആ ചെടി വളർന്ന് മരമാകണമെങ്കിൽ അതിനുണ്ടാകേണ്ട സാഹചര്യങ്ങൾ ഒരു സാഹചര്യം കൊണ്ടല്ല, ഒരുപാട് സാഹചര്യങ്ങൾ വേണം. നല്ല മണ്ണ് വേണം, സൺലൈറ്റ് വേണം, വളം വേണം, വെള്ളം വേണം. അതാണ് അതിൻ്റെ കാരണങ്ങൾ. അതേപോലെ നമ്മളുടെ ലൈഫിൽ സംഭവിക്കുന്ന ഓരോ സ്ട്രഗിളുകൾക്കും ദെയർ വിൽ ബി എ റീസൺ. ആ റീസൺ നമ്മൾ ഫൈൻഡ് ചെയ്യാൻ ശ്രമിക്കുക, ആ റീസണ് നമ്മൾ പരിഹരിക്കാൻ ശ്രമിക്കുക. സോ അങ്ങനെ ഒരു തോട്ട് ഉണ്ടായാൽ കുറച്ചും കൂടെ നമുക്ക് നമ്മുടെ വേ ഓഫ് തിങ്കിങ്ങിനെ ഈസിയാക്കാൻ പറ്റും. ഇപ്പോൾ എൻ്റെ പ്രശ്നത്തിൻ്റെ കാരണം എന്താണെന്ന് ഞാൻ കണ്ടെത്തിയത് റെപ്പിറ്റേഷൻ ഓഫ് നെഗറ്റീവ് ഇവൻറ്റ്സ് ആണ്. ജീവിതത്തിൽ മോശപ്പെട്ട അനുഭവങ്ങൾ തുടർച്ചയായി സംഭവിക്കുന്നു. സോ അതിൽ നിന്ന് റിക്കവർ ചെയ്യാൻ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? എനിക്ക് സന്തോഷം തരുന്ന കാര്യങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കുക, അതുമായിട്ട് എൻഗേജ്ഡ് ആവാൻ ശ്രമിക്കുക.